നാരായണ 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 നാരായണ. എൻ്റെ ഗുരുനാഥന്മാർ മൂന്നാളും ആഞ്ഞം മാധവൻ നമ്പൂരി, ആഞ്ഞം കൃഷ്ണ നമ്പൂരി, മള്ളിയൂർ തിരുമേനി, എല്ലാവരും ഇതം ഭാഗവതം നാമപുരാണം എന്നാണ് വ്യാഖ്യാനിക്കാറ്. അപ്പോൾ നാമജപത്തിന് പ്രാധാന്യം കൊടുക്കാൻ നമുക്ക് വേണ്ട അറിവ് തരാൻ വേണ്ടിയിട്ടാണ് ഭാഗവതം. അതുകൊണ്ട് നാമം ചൊല്ലിയിട്ട് നമുക്ക് തുടങ്ങാം. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭഗവാന്മാരെയും ആചാര്യന്മാരെയും വന്നതിന് ശേഷം തുടങ്ങാം. തുമ്പിക്കൈയിലമർന്ന പൊൻകലശവും മറ്റുള്ള കൈപത്തിലും നാരങ്ങാഗതയും കരിമ്പുതനുഷ ശൂലം തഥാ ചക്രവും പിന്നെ പങ്കജമൊട്ടുപാശമുടനെ നീലോൽപ്പലം നെല്ലുമായി കൊമ്പും കൊണ്ടരുളും വിനായകനെനിക്കേറ്റം തുണക്കേണമേ. ശ്രീ മഹാഗണപതേ നമഃ. ശ്യാമാംബർഹികലാപശേഖരയുതാം ആബദ്ധവർണാം ശുകാം ഗുഞ്ജാഹാരലസൽപ്പയോധരപരാമഷ്ടാഹിപാൻ വിപ്രതിം താടങ്കാംഗതമേഖലാഗുണരണൻ മഞ്ജീരിതാംബ്രാപിതാം കൈരാദീം വരദാഭയോദ്യുതികരാം ദേവീം ത്രിനേത്രാം ഭജേ. അമേ കടാമ്പുഴമേ പ്രസാദിക്കണേ. ശ്രീമദ് ഭാഗവതത്തിലും ഗുരുപുരാധീശൻ്റെ രൂപത്തിലും നാമത്തിങ്കലും ആത്മശുദ്ധിയുളവാം ഭക്തൻ്റെ ഹൃത്താരിലും കാമക്രോധമതാദികൾക്കുപരിയായി ചെയ്യുന്ന കർമ്മത്തിലും സാനന്ദം വിളയാടിടുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനാണാശ്രയം. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ആഞ്ഞൊന്നങ്ങു പിടിക്കണം തിരുപദം ശ്രീരൂപമായിടുമാ ശ്രീമദ് ഭാഗവതാമൃതത്തെ പഠനം ചെയ്യണമെന്നും സദാ നാണം വിട്ടു ജപിക്കണം ഗുരുപുരാധീശൻ്റെ നാമങ്ങളെന്നാമോദേന പറഞ്ഞു തന്ന തിരുനാമാചാര്യനെ കൈതൊഴാം. ഗുരുനാഥ ശരണം. ഞാനെന്നുള്ളൊരു വ്യക്തിയിൽ അഖിലമെന്നാചാര്യനാം ജ്യേഷ്ഠനാണല്ലായിൽ തിരുനാമരൂപി ഭഗവാനാണെന്നുറച്ചെപ്പോഴും ശ്രീമദ് ഭാഗവതത്തെ നാമസഹിതം ഘോഷിച്ചു ജീവിച്ചൊരാ നാമോപാസകനാഞ്ഞമാം ഗുരുവിനെ നിത്യം നമിക്കുന്നു ഞാൻ. ഗുരുനാഥ ശരണം. ഭക്തന്മാരുടെ ഹൃത്തടത്തിൽ വിലസാൻ ശ്രീകൃഷ്ണനെ ശ്രീ ഗണേശാംഗേ ചേർത്തൊരുമിച്ചിരുത്തി സരസം തൂമന്ദഹാസാന്വിതം ശ്രീമദ് ഭാഗവതം സുദുർലഭതമം തത്വാർത്ഥബോധാത്മകം ഭക്ത്യാനന്ദകുതൂഹലേനയരുളും ശ്രീമള്ളിയൂർ കാക്കണേ. ഗുരുനാഥ ശരണം. ശ്രീമദ് ഭാഗവതം പുരാണമമലം സാമോദഗാനാമൃതം തത്വാർത്ഥപ്രതിബോധകം സുലളിതം ഭക്ത്യാ സുഹാസാന്വിതം ഭക്താനാം ഹൃദയേ ഗണേശസഹിത കൃഷ്ണാഖ്യതൃണ്ണാശകം സംസ്ഥാപ്യാതികുതൂഹലേന കഥയൻ
ശ്രീമള്ളിയൂർ പാതുമം. ഗുരുനാഥ ശരണം. ശ്രീയേറും മള്ളിയൂരിൽ പരമവികൃതിയാം കണ്ണനെയും കളിപ്പിച്ചാമോദത്തോടെ എല്ലാ വിനകളെയും അകറ്റുന്ന വിഘ്നേശദേവാ. ഭക്തന്മാർ ഏത്തമിട്ടിട്ടടികൾ പണിയുമന്നേരമേറ്റം പ്രസാദിച്ചർത്ഥജ്ഞാനങ്ങളേകം സകല ഗുണനിധേ ശ്രീ ഗണേശ തൊഴുന്നേൻ. മള്ളിയൂരപ്പ പ്രസാദിക്കണേ, മള്ളിയൂരപ്പ പ്രസാദിക്കണേ. മള്ളിയൂർ ഗുരുനാഥ അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണേ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. വികൃതി കാട്ടി ഓടി നടക്കുന്ന ഉണ്ണികൃഷ്ണനെ പിടിച്ചിട്ട് മടിയിലാട് വെച്ചു. ഒരു ലഡുവും കൈ കൊടുത്തു. അങ്ങനെ നമുക്ക് ഈ ജീവിതത്തിൽ അനവധി ദുഃഖങ്ങളും വിഷമങ്ങളും വിഘ്നങ്ങളും ഒക്കെ ഉണ്ടാവും. അതിനെയൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടേ പദഭജനം ശ്രേയ, പദഭജനം ശ്രേയ, ആ ഉണ്ണിക്കണ്ണൻ്റെ കാലിങ്ങനെ തൻ്റെ മടിയിൽ നമുക്ക് കാണിച്ചു തന്നിട്ട് ഈ പദം ഭജിച്ചോളൂ, നിങ്ങൾക്ക് അതിനുള്ള വിഷമങ്ങളൊക്കെ ഞാൻ തീർത്ത് തരാം. അങ്ങനെ വിഘ്നങ്ങളൊക്കെ തീർത്ത് ആ ഭഗവാന്റെ പാദത്തെ ഭജിക്കാൻ നമുക്ക് വേണ്ട ഏർപ്പാട് ചെയ്തു തരുന്ന ആ ഗണേശൻ്റെ സന്നിധിയിൽ ആ ഗണേശനെ ഭാഗവതം കൊണ്ട് ഭജിച്ച മള്ളിയൂർ തിരുമേനിയുടെ ആ പാദങ്ങൾ പതിഞ്ഞ ഈ പ്രദേശത്ത് വെച്ചിട്ട് ഇത്രയും ലോകപ്രശസ്തമായിരിക്കുന്ന മള്ളിയൂർ ഗണേശ അമൃത സത്രം നടക്കുന്ന ഈ വേദിയിൽ നമുക്ക് ഇങ്ങനൊരു സത്സംഗം ചെയ്യാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതിയും കൊണ്ട് അതിനെ നമ്മൾ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. നമുക്കിപ്പോൾ ചിന്തിക്കേണ്ട വിഷയം പരീക്ഷിത്ത് ചരിതമാണ്. പരീക്ഷിത്ത് ചരിതം തന്നെയാണ് ഭാഗവതം. ഭാഗവതം എന്ന് പറഞ്ഞാൽ പരീക്ഷിത്തിൻ്റെ ചരിത. പക്ഷേ ഈ പരീക്ഷിത്ത് ഈ ഭാഗവതത്തിൻ്റെ മുമ്പിൽ എത്തിയവരേക്കുള്ള കാര്യങ്ങൾ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പറയണതൊക്കെ അതാണ് ഇനി. അപ്പോൾ പരീക്ഷിത്ത് ഭാഗവതത്തിൻ്റെ മുമ്പിലേക്ക് എത്താനുണ്ടായ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ചിന്തിക്കാൻ പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് എന്താ വെച്ചെങ്കിൽ എല്ലാവർക്കും ഭഗവാനെ കാണാൻ സാധിക്കുന്നത് അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് കടന്നിട്ടാണ്. എന്നിട്ട് ഉൾക്കണ്ണ് കൊണ്ടും കൂടി കാണാറാവുമ്പോഴാണ്. പക്ഷേ പരീക്ഷത്തിൻ്റെ ഒരു ഭാഗ്യം ആ അമ്മയുടെ ഭക്തിയുടെ പ്രാധാന്യം കാരണം ഗർഭത്തിൽ തന്നെ ഭഗവാനെ കാണാൻ സാധിച്ച മഹാത്മാവാണ് പരീക്ഷിത്ത്. അതുകൊണ്ടാണ് ഈ ലോകത്തിനു മുഴുവൻ എന്നും ജ്ഞാനാമൃതം വാരി വെതറുന്ന ഈ ഭാഗവതം ആ പരീക്ഷിത്ത് കാരണമായിട്ടാണ് നമുക്കൊക്കെ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം വേണ്ടത് എന്താ വെച്ചെങ്കിൽ ഭഗവാൻ പറയാറുണ്ട്, ഭക്തൻ്റെ പാദത്തിൽ ആദ്യം നമിക്കൂ, എന്നിട്ടാണ് എൻ്റെ അടുത്തേക്ക് വരേണ്ടത് എന്ന്. എന്ന കൂട്ടത്തിൽ പരീക്ഷത്തിൻ്റെ പാദത്തിൽ ആദ്യം നമിച്ചിട്ടാണ് നമ്മൾ തുടങ്ങേണ്ടത്. പരീക്ഷത്തിൻ്റെ പാദത്തിൽ നമിക്കുന്നതിൻ്റെ മുമ്പേ നമിക്കേണ്ട ഒരാളുണ്ട്, ഉത്തരാദേവി. അപാണ്ഡവരാക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞെന്തി രാത്രി കിടക്കുന്ന സമയത്ത് അശ്വത്ഥാമാവ് അവിടെ ഉള്ളവരെയൊക്കെ വധിച്ചു. പുത്രന്മാരെ മുഴുവൻ ആ യുദ്ധഭൂമിയിൽ രാത്രി എല്ലാം കഴിഞ്ഞ് കിടന്നുറങ്ങണവരെ മുഴുവനാണ് വധിച്ച്. ഇതറിഞ്ഞ അർജുനൻ ആ അശ്വത്ഥാമനെ വധിക്കാൻ തുടങ്ങിയപ്പോൾ പാഞ്ചാലി ദേവി വധിക്കേണ്ടത് എന്ന് പറഞ്ഞ് അവസാനം തേജസ്സിനെ മുഴുവൻ നശിപ്പിച്ച് അപമാനിച്ച് അങ്ങോട്ട് പറഞ്ഞയച്ചതിന് ശേഷം
പാഞ്ചാലിയും പാണ്ഡവരും കൂടി എല്ലാവരെയും ധൃതരാഷ്ട്രം എല്ലാവരും കൂടി മരിച്ചവരുടെ മുഴുവൻ ക്രിയകളെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം അവിടെ സുഖമായിട്ട് കഴിയുകയാണ്. ഭഗവാൻ 3 അശ്വമേധം നടത്തി അവരെ മുഴുവൻ സന്തോഷിപ്പിച്ച് ധൃതരാഷ്ട്രരും പാണ്ഡവരും യുദ്ധത്തിൽ ജീവിച്ചിരിക്കുന്നവരെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഭഗവാൻ ഈ നടന്നു പോയ ദുരിതങ്ങളെ പറ്റിയിട്ടൊന്നും നിങ്ങൾ ആരും വ്യസനിച്ചിട്ട് കാര്യമില്ല. എന്നാ കാരണമെങ്കിൽ ഇത് കാലഗതിക്കനുസരിച്ച് നടക്കുന്ന കാര്യങ്ങളാണ്. ആ കാലഗതിക്കനുസരിച്ച് നടക്കേണ്ടത് നടക്കുക ചെയ്യും. നമ്മളാരും പ്രത്യേകിച്ച് അതിനെ പറ്റിയിട്ട് ദുഃഖിച്ചിട്ടും കാര്യമില്ല, സന്തോഷിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് ആ കാലഗതിയുടെ പ്രാധാന്യത്തിനെ ഭഗവാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ധൃതരാഷ്ട്രയും തൻ്റെ 100 മക്കളെ നശിച്ചത് ധൃതരാഷ്ട്രയും ബാക്കി എല്ലാ നാശങ്ങളും സംഭവിച്ച പാണ്ഡവരെയും കുന്തിയും പാഞ്ചാലിയും എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് സമാധാനിപ്പിച്ചതിൻ്റെ ശേഷം ഭഗവാൻ തേരിൽ കയറിയിട്ട് ഉദ്ധവനോടും കൃതവർമാവിനോടും ഒപ്പം തേരിൽ കയറിയിട്ട് പോകാൻ തുടങ്ങുക. ആ സമയത്ത് ഉറക്കെ കരഞ്ഞും കൊണ്ട് ഉത്തരാദേവി ഓടി വരുന്നു. ആ ഉത്തരാദേവിയുടെ 2 ശ്ലോകങ്ങളുണ്ട്. ഭാഗവതത്തിലെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന 2 ശ്ലോകങ്ങളാണത്. പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പദേ നാന്യം ത്വദഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം അഭിദ്രവതി മാമീശ ശരസ്തപ്തായതോ വിഭോ കാമം ദഹതു മാം നാഥ മാമേ ഗർഭോ നിപാത്യതാം. അതിൽ ആദ്യത്തെ ശ്ലോകം എല്ലാ ഭക്തന്മാരും എന്നും സ്മരിക്കേണ്ട ശ്ലോക. പാഹി പാഹി മഹായോഗിൻ. മഹായോഗിയും ദേവദേവനും ജഗന്നാഥനുമായ കൃഷ്ണ, രക്ഷിക്കണേ രക്ഷിക്കണേ. നിന്തിരുവടിയല്ലാതെ ആരെയും അഭയമായി കാണുന്നില്ല. ബാക്കിയുള്ളവരെല്ലാവരും അന്യോന്യം മരണഭയമുള്ളവരാ. നമ്മളെല്ലാവരും മരണഭയമുള്ളവരാണ്. മരണഭയം വേണ്ടാന്നാണ് ഭഗവാൻ പറയുന്നത്. അതാ ഈ മരണഭയം ഉള്ളവരുടെ കൂട്ടത്തിൽ അഭയമായിട്ട് ഞാൻ അങ്ങയെ മാത്രമേ കാണുന്നുള്ളൂ. അല്ലയോ ജഗന്നാഥ, ദേവദേവ, മഹായോഗി, രക്ഷിക്കണേ രക്ഷിക്കണേ. ഇതാണ് നമ്മളും പറയേണ്ടത്. ജനിച്ചാൽ ഉറപ്പുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ബാക്കിയുള്ളതിനൊന്നും ഒരു ഉറപ്പില്ല മരിക്കുന്നുള്ളത്. പക്ഷെ ഭാഗവതം പറയുന്നു പരീക്ഷിത്തിനെ പോലുള്ള ഭക്തന്മാർ മരിക്കില്ല. അവർ ശരീരം ഉപേക്ഷിക്കുകയുള്ളൂ. നമ്മളാരും മരിക്കില്ല. ഈ ഭാഗവതമായിട്ട് ബന്ധപ്പെട്ട് നാമം ചെല്ലണ ഒരാളും മരിക്കില്ല. മരണഭയം നമുക്ക് വേണ്ട. നമ്മളെന്താ ചെയ്യുക? ഈ ശരീരത്തിനെയാണ് ഉപേക്ഷിക്കും. എന്നിട്ടോ ഞാനാകുന്ന ഈ ജീവാത്മാവിനെ ഭഗവാനിലേക്കവിടെ എത്തിക്കും. അഥവാ അങ്ങടെ എത്തിക്കാൻ നോക്കണം മൂപ്പ് എത്തിയിട്ടില്ല എന്ന് വിചാരിച്ചോളൂ. നാമം ചൊല്ലിയിട്ടും ഭാഗവതം കേട്ടിട്ടും ഇവിടെ മൂപ്പ് എത്തിയിട്ടില്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ ഈ ഉത്തരെ പോലെയുള്ള ഒരാളുടെ ഗർഭത്തിൽ വന്ന് ജനിക്കും. എന്നിട്ട് അമ്മ ഗർഭമുണ്ടാവണേൻ്റെ മുമ്പേത്തെ കാലം മുതൽ തന്നെ, കുട്ടിക്കാലം മുതൽ തന്നെ നാമം ചൊല്ലിയിട്ടും ഭാഗവതോപാസനയും ചെയ്തിട്ടുള്ള ആളാവും. ആ ഗർഭത്തിലിരുന്നിട്ട് തന്നെ ഇതാ കേൾക്കുക. പ്രഹ്ലാദനെ പോലെ നാമം ചെല്ലണതും ഹോമത്തിൻ്റെ ഭോഗിയും ഇതൊക്കെയാണ് നമ്മൾ അനുഭവിക്കുക. എന്നിട്ട് ഭഗവാന്റെ രക്ഷയോട് കൂടിയിട്ട് പുറത്തേക്ക് വരും. അതെങ്ങനെയാണെന്നുള്ളതാണ് പരീക്ഷിത്ത് ഇപ്പോൾ നമുക്ക് കാണിച്ചു തരാൻ പോണത്. അപ്പം നമ്മളെല്ലാവരും എന്ത് വേണം? രക്ഷിക്കണേ രക്ഷിക്കണേ. മരണഭയമുള്ളവരല്ലാണ്ട് ആരുമില്ല. അവർക്ക് ആർക്കും രക്ഷിക്കാൻ പറ്റില്ല. ഭഗവാനല്ലാണ്ട് ഭഗവാന് മരണഭയമില്ല. ആ കാലിൻ്റെ മുകളിൽ വേടൻ്റെ അമ്പ് കൊണ്ടപ്പോഴും ചിരിച്ചും കൊണ്ട.
ജനിച്ചത് തന്നെ കാരാഗ്രഹത്തിലാണ്, അപ്പോഴും ചിരിച്ചും കൊണ്ടാണ്. വളർന്നത് പശുക്കളുടെ ഗോമൂത്രവും ചാണകത്തിലാണ്, അപ്പോഴും ചിരിച്ചും കൊണ്ടാണ്. കംസനെ വധിച്ചു, അപ്പോഴും ചിരിച്ചും കൊണ്ടാണ്. ഗോപസ്ത്രീകളെയൊക്കെ ഒഴിവാക്കിയിട്ട് വിരഹദുഃഖം, അപ്പോഴും ചിരിച്ചും കൊണ്ടാണ്. എപ്പോഴും ചിരിച്ചും കൊണ്ടാണ്. ഈ ചിരിക്കാൻ പഠിക്കലാണ് ഭാഗവതം നമ്മളെ. എന്താ നമ്മളുടെ ജീവിത ലക്ഷ്യം എന്ന് അറിയോ? ആനന്ദമായി ജീവിക്കണം. ആദ്യത്തെ ജീവിത ലക്ഷ്യം അതാ. രണ്ടാമത് ഒന്നും കൂടിയുണ്ട്, ആനന്ദമായിട്ട് ശരീരത്തിൽ നിന്ന് വിട്ട് പോവും വേണം. ആനന്ദമായി ജീവിക്കുക, ആനന്ദത്തോടു കൂടി. നമ്മൾ കരഞ്ഞും കൊണ്ടാണ് അങ്ങോട്ട് വന്നതേ. ജനിക്കണ സമയത്ത് അമ്മയും കരഞ്ഞു, നമ്മളും കരഞ്ഞു. ജനിക്കണ ആളും കരഞ്ഞു, ജനിപ്പിച്ച എല്ലാവരും കരഞ്ഞും കൊണ്ടാണ്. പക്ഷേ മരിച്ചു പോകുമ്പോൾ അജ്ഞാനികളാണെച്ചെങ്കിൽ കരയും, സ്വന്തക്കാരും കരയും, ആ മരിക്കുന്ന ആളും കരയും. ജ്ഞാനികളാണെച്ചെങ്കിൽ ചിരിക്കും. അപ്പം നമ്മളൊക്കെ ജ്ഞാനികളാവണം. അതിനെന്ത് വേണം? ഈ മരിക്കുമ്പോൾ ചിരിക്കണമെങ്കിൽ മുമ്പേ തന്നെ ചിരിച്ച് പഠിക്കണേ. ഇങ്ങനെ ഗൗരവത്തിൽ ഇരിക്കാൻ പാടില്ല എന്നാണ് ഭാഗവതം പറഞ്ഞത്. വെറുതെ നമ്മളെ എനർജി നശിപ്പിക്കുകയാണ് വെറുതെ ഇങ്ങനെ ഗൗരവത്തിലിരിക്കുമ്പോഴേ. നോക്കൂ, അങ്ങനെ ഗൗരവത്തിലിരുന്ന് നോക്കൂ, എത്ര എനർജിയാണ് നമ്മളെ പോണത്. ചിരിച്ചു നോക്കൂ. ചിരിച്ചാൽ നമ്മളുടെ ശരീരത്തിൻ്റെ എനർജി അല്ലെങ്കിൽ ഒട്ടും നശിക്കില്ലെന്ന് മാത്രമല്ല, ആത്മീയ എനർജി വർദ്ധിക്കും ചെയ്യും. ഞാനാകുന്ന ഈശ്വരൻ്റെ എനർജി വർദ്ധിക്കും ചിരിച്ചാൽ. അപ്പം ചിരിക്കാൻ പഠിപ്പിക്കലാണ് ഭാഗവതം നമ്മളെ ചെയ്യുന്നത്. അതിനെന്ത് വേണം? പരീക്ഷിതിനെ പോലെ ഗർഭത്തിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കണം. ഈ അമ്മ പറയാണ്, പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പതി നാണ്യം ത്വത് അഭയം പശ്യേ. എത്ര മൃത്യു പരസ്പരം. ആ മരിക്കണ മാത്രമുള്ളവരുടെ ഇടയിൽ അങ്ങേ മാത്രമേ ആശ്രയമായിട്ട് കാണുന്നുള്ളൂ. അഭിദ്രവതി മാമീശ ശരസ്തപ്തായതോ വിഭോ കാമം ദഹതു മാം നാഥ മാമേ ഗർഭോ നിപാത്യത. കത്തിക്കാളുന്ന ശല്യത്തോടു കൂടിയിട്ടുള്ള ഒരു ശരം എൻ്റെ നേർക്ക് വരണു. ആ ബാണം എന്നെ ദഹിപ്പിച്ചോട്ടെ, അതിനെനിക്ക് വിരോധമില്ല. പക്ഷേ എൻ്റെ ഗർഭത്തിനെ രക്ഷിക്കണേ, അത് നശിക്കാൻ പാടില്ലേ എന്നാണ്. ഇതാണ് ഓരോ അമ്മയുടെയും പ്രാർത്ഥന. മാതൃത്വത്തിൻ്റെ മാഹാത്മ്യം വിളമ്പുന്നതാണ് ഈ ഒരു ശ്ലോകം. ഞാൻ വേണമെങ്കിൽ ദഹിച്ചു പൊയ്ക്കോട്ടെ, പക്ഷേ എൻ്റെ ഗർഭം നശിക്കരുത്. ആ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, തൻ്റെ ആ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മയാണ് നമ്മളിവിടെ കാണുന്നത്. ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ പഠിപ്പിക്കേണ്ടതും. ഇപ്പോൾ ഗർഭം ധരിക്കാനുള്ളവരാരും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ ഉടനുള്ളവരാരും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവും തോന്നണില്ല. ഇത് കേൾക്കാൻ അവർക്ക് ആർക്കോട്ട് താല്പര്യമില്ല, വേണമെന്നില്ല. ചിലപ്പോൾ ഇത് റെക്കോർഡ് ചെയ്ത് എങ്ങനെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ചിലവർ അബദ്ധത്തിന് കേട്ടു എന്ന് വരുന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. പക്ഷെ നമ്മളൊരു കാര്യം ചെയ്യണം, ഇത് നമ്മളായിട്ട് ബന്ധപ്പെട്ടവരിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഒരു കുട്ടിക്ക് ഗർഭമുണ്ടെന്ന് കേട്ടാൽ ആ കുട്ടിയെ നമ്മൾ നിർബന്ധമായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. ഇത് ഭാഗവതത്തിൽ അമ്മയ്ക്ക് ഉപദേശിക്കുന്നുണ്ട്. അതിൽ ശരിക്കും ഗർഭാവസ്ഥയെ പറ്റിയിട്ട് പറയേണ്ടത്. രാമായണത്തിൽ എന്താണ് ഇത് ശരിക്ക് ഗർഭത്തിൻ്റെ ഓരോ അവസ്ഥകളെ പറ്റിയിട്ട് വർണ്ണിക്കുന്നുണ്ട്. നിശാകര മുനി വർണ്ണിക്കുന്ന ശ്ലോകങ്ങളുണ്ട്. ഇതൊക്കെ കുട്ടികളെ വായിപ്പിക്കണം. ഗർഭമുള്ള കുട്ടികളെ അത് ഞാൻ എൻ്റെ അടുത്ത് ഗർഭിണികൾ ആരെങ്കിലും വന്നാൽ രാമായണത്തിൽ അത് വായിക്കാനും ഭാഗവതത്തിലെ ഈ ഇദ്ദേഹം അമ്മയ്ക്ക് കൊടുക്കുന്ന ഉപദേശത്തിൻ്റെ ആ ഒരു അധ്യായം വായിക്കാനും പറയാ പതിവ്. അങ്ങനെ വായിക്കുമ്പോൾ എന്തായി, നമുക്ക് നമ്മളുടെ ഉള്ളിൽ തന്നെ ഈശ്വരനായി, നമ്മളുടെ ഉള്ളിൽ തന്നെയായി കുട്ടിയുടെ ഗർഭമായി. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ എന്താ വെച്ചെങ്കിൽ അതെന്നെ ആ കുട്ടിയിരിക്കും. ഇപ്പം എന്താ പറ്റണമെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഗർഭിണിയായാൽ ബാഡ് റെസ്റ്റ്, ഡോക്ടർ പറയും ബാഡ് റെസ്റ്റ് ആയിക്കോട്ടെ. ആ ബാഡ് റെസ്റ്റിൽ ഇതാ
വെറുതെ കടന്ന് ടി വി കണ്ട് അതിൽ കാണുന്ന ദുഷ്ടതകൾ മുഴുവൻ ഈ അമ്മയുടെ ഹൃദയത്തിൽ കൂടിയേ ഈ കുട്ടിയിലേക്ക് ഇങ്ങോട്ട് എത്തുകയും പിന്നെ ആ കുട്ടി വളർന്ന് വലുതായ നമ്മുടെ നെഞ്ഞത്ത് ആദ്യം ചവിട്ടും, അച്ഛൻ്റെ നെഞ്ഞത്ത് രണ്ടാമത്. ലോകത്തിന് ദ്രോഹം എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റാച്ചാൽ അങ്ങനെയുള്ളത് അങ്ങേ തലവരി. നേരെ മറിച്ച് ആ ഗർഭത്തിൽ തന്നെ വേണ്ടത് പഠിപ്പിക്കാൻ സാധിച്ചാൽ അതാണ്. ഇവിടെ ഉത്തരം നോക്കൂ. വിവാഹം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഭാരതയുദ്ധം. ആ ഭാരതയുദ്ധത്തിൽ പിന്നെ സ്വന്തം ഭർത്താവ് മരിക്കുക. ആ സമയത്ത് ഗർഭിണിയാണ്. ആ ഉത്തര ഭഗവാനെ അല്ലാണ്ട് ആരെയാ വിചാരിക്കുക? വിചാരിച്ചും കൊണ്ടിരിക്കുമ്പോഴാണ് തൻ്റെ ഗർഭം നശിപ്പിക്കാനും തന്നെ നശിപ്പിക്കാനുള്ള ശരം വരുന്നത്. അതിനെ ജയിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനെ ആശ്രയിക്കുക. അങ്ങനെ ആശ്രയിച്ച ആ അമ്മയിൽ നിന്നാണ് പരീക്ഷിത്തിൻ്റെ ജനനം. അതോ പരീക്ഷിത്ത് ജനനത്തിനെ പറ്റിയിട്ട് വളരെ ഇതുണ്ട്. ഇതിൻ്റെ ശേഷം ഈ ജ്ഞാനമൊക്കെ ലഭിച്ചിട്ടുള്ള ആളുകളാണ് ഇത് ഒക്കെ ചെയ്യുന്നത്. ഭഗവാൻ എന്ത് ചെയ്തു? ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ആത്മശക്തി കൊണ്ട് നോക്കുമ്പോൾ താൻ അപമാനിച്ചിട്ടുള്ള, അതായത് അർജുനൻ അപമാനിച്ചിട്ടുള്ള അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം അയച്ചിരിക്കുകയാണ് ലോകം അപാണ്ഡവമാക്കാൻ. 6 പിരിഞ്ഞ ആ ബ്രഹ്മാസ്ത്രം 5 പാണ്ഡവരുടെ നേർക്കും 1 ഉത്തരയുടെ ഗർഭത്തിലേക്കാണ് വരുന്നത്. ഈ അസ്ത്രം തൻ്റെ നേർക്ക് വന്നപ്പോൾ പാണ്ഡവർ 5 പേരും ആയുധം എടുത്തു. ഇവിടെ ഈ ഗർഭത്തിലുള്ള കുട്ടിക്ക് ആയുധം എടുക്കാൻ പറ്റുമോ? പക്ഷേ ഭഗവാൻ തൻ്റെ സുദർശന ശക്തി ചക്രത്തിൻ്റെ ശക്തി കൊണ്ട് അവിടെ തടഞ്ഞു, എല്ലാതും അങ്ങോട്ട് തടഞ്ഞു. അതിന് ശേഷം തൻ്റെ ആ യോഗ ശക്തി കൊണ്ട് ഗർഭത്തിലുള്ള ശിശുവിനെയാണ് മറച്ചു. എന്നിട്ട് സ്വയം ആ ഗർഭത്തിലുള്ള ശിശുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു. അങ്ങനെ ഭഗവാന്റെ ശക്തി കൊണ്ട് ആദ്യം ബ്രഹ്മാസ്ത്രം അയച്ചപ്പോൾ അർജുനനോട് ബ്രഹ്മാസ്ത്രം തന്നെ അയച്ച് അവസാനം 2 മാറ്റാനാണ് പറഞ്ഞത്. ഇവിടെ ഭഗവാൻ അതൊന്നും നിന്നില്ല, അതിനൊന്നും നിന്നില്ല. ഒക്കെ അവനവൻ്റെ ശക്തി കൊണ്ട് തന്നെ അതിനെ എല്ലാം നിർവീര്യമാക്കി, ബ്രഹ്മാസ്ത്രത്തെ നിർവീര്യമാക്കി പാണ്ഡവരെ മുഴുവൻ ആ വരാൻ പോകുന്ന അങ്കുരത്തിനെ അടക്കം രക്ഷിച്ചു ഭഗവാൻ. അങ്ങനെ ഭഗവാന്റെ രക്ഷയോട് കൂടിയിട്ടാണ് ജനനം തന്നെ. അതിൻ്റെ ശേഷമാണ് കുന്തിദേവിക്ക് എല്ലാം അങ്ങോട്ട് മനസ്സിലായി. കുന്തിദേവി സ്തുതിക്കുന്നു. അതിൻ്റെ ശേഷം വീണ്ടും ധർമ്മപുത്രർക്ക് ജ്ഞാനോപദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് ഭീഷ്മരുടെ അടുത്ത് പോകുന്നു. ഭീഷ്മർ ജ്ഞാനോപദേശം നൽകുന്നു. അങ്ങനെ അവരെല്ലാവരും അങ്ങനെ വീണ്ടും ഭഗവാൻ 3 അശ്വമേധം നടത്തി ധർമ്മപുത്രരെ രക്ഷിക്കുന്നു. അതിൻ്റെ ഇടയിലാണ് പരീക്ഷത്തിൻ്റെ ജനനത്തിനെ പറ്റിയിട്ട് ചോദിക്കുകയാണ്. ധർമ്മപുത്രർ എങ്ങനെ രാജ്യം ഭരിച്ചേരാന്ന് വെച്ചെങ്കിൽ, വിശപ്പുള്ള ആൾ എന്ത് ചെയ്യുമ്പോഴും എപ്പോഴും എന്താ വിചാരം ഉണ്ടാവുക? വിശക്കണമല്ലോ അത് അല്ലേ? എന്താ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കും വിശക്കുന്നുണ്ട്. രാവിലെ കാപ്പിയും പലഹാരം കിട്ടിയില്ലെങ്കിൽ എന്താ ഉണ്ടാവുക വിചാരം? ഈ പറയണതൊന്നുമല്ല വിശപ്പ് എന്ന കൂട്ടത്തിൽ ഭഗവാൻ എന്നുള്ളൊരു വിചാരത്തോടു കൂടിയിട്ടാണ് ധർമ്മപുത്രർ ഈ 36 കൊല്ലം രാജ്യം ഭരിച്ചതെന്ന്. മനസ്സിലെപ്പോഴും ഭഗവാനേ ഉള്ളൂ. രാജ്യം ഭരിക്കുകയും ചെയ്യും, കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യും, ഭക്ഷണം കഴിക്കുകയും ചെയ്യും. ഇതേപോലെ ആവണം നമ്മൾ. അതാണ് ധർമ്മപുത്രരിൽ കൂടി ഭാഗവതം നമ്മൾക്ക് പഠിപ്പിക്കുന്നത്. നമ്മൾ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ, പക്ഷേ എപ്പോഴും ചിന്ത എവിടെ ഉണ്ടാവണം? ഭഗവാനിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതേപോലെ ഭഗവത് ചിന്തയോട് കൂടിയിട്ട് രാജ്യം ഭരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഗർഭസ്ഥയായ ശിശു പരീക്ഷിത്തുണ്ടല്ലോ, അദ്ദേഹം ഗർഭത്തിലിരുന്നിട്ടിങ്ങനെ ഒരു വീരപുരുഷൻ തൻ്റെ 4 പുറവും ഗതിയും ചുറ്റിയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നു. 4 കൈയുണ്ട്, കുണ്ടലങ്ങൾ അണിഞ്ഞിട്ടുണ്ട്, രത്നഗിരിയുണ്ട്, മാറത്ത് അടയാളുണ്ട്, എല്ലാം ഉള്ള ഒരു തൻ്റെ ഈ ഗതയും ചുഴറ്റി തൻ്റെ നേർക്ക് വരുന്ന അസ്ത്രത്തിനെ നശിപ്പിച്ചും കൊണ്ട് തൻ്റെ 4 പുറവും ഇങ്ങനെ നടക്കുന്നതായിട്ട് കാണുക. 10 മാസം കഴിഞ്ഞപ്പോൾ ആ വീരപുരുഷൻ അത് കാണാനില്ലേ. അപ്പം പിന്നെ അതായി ചിന്ത, എവിടെ ഇപ്പോൾ ദേവരുണ്ടായിരുന്ന ആളെ കാണാനില്ലല്ലോ എന്ന്. അങ്ങനെ പരീക്ഷിത്ത്
പ്രസവിച്ചു. എപ്പോൾ? എല്ലാ ഗ്രഹങ്ങളും ഉത്തരോത്തരം ഉയർന്നു നിൽക്കുന്ന സമയത്ത്, എല്ലാ സൗഭാഗ്യങ്ങളും കാണിക്കുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതിയുള്ള സമയത്ത് പാണ്ഡുവിനെ പോലെ ഓജസ്സുള്ള പാണ്ഡുവംശജൻ ജനിച്ചു എന്നുള്ളതാണ് ഭാഗവതം പറയുന്നത്. പാണ്ഡുവിനെ പോലെയുള്ള ഓജസ്സോട് കൂടിയിട്ടുള്ള പാണ്ഡുവംശജൻ ജനിച്ചു എന്ന് ഭാഗവതം പറയണു. പാണ്ഡവർക്കും എല്ലാവർക്കും വളരെ സന്തോഷമായി. കുന്തിദേവി അമ്മമ്മടി അമ്മയാണ്. കുന്തിദേവിക്ക് വളരെ സന്തോഷമായി. എല്ലാവരും അതെന്ന് തൻ്റെ ഈ ഒരു വംശത്തിൽ ഒരാളുണ്ടാവുമല്ലേ, പാണ്ഡവ വംശത്തിൽ ഒരു കുട്ടി ഉണ്ടാവുമല്ലേ. അപ്പോൾ കൃപരിയും മറ്റുള്ളവരെയൊക്കെ വിളിച്ചു വരുത്തി എന്നിട്ട് കുട്ടിയുടെ ജാതകർമ്മം ചെയ്യിച്ചു. ബ്രാഹ്മണർക്കെല്ലാം ധാരാളം ദാനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു, വേണ്ട കർമ്മങ്ങളൊക്കെ ശരിക്കും ചെയ്തു. ധർമ്മപുത്രർ അതിന് ശേഷം ഇവരോട് ചോദിച്ചു, ഈ കുട്ടിയുടെ ഭാവിയെ പറ്റിയിട്ട് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, കുട്ടി വളരെ നിങ്ങളുടെ ആ കുടുംബത്തിന് യോജിച്ച വിധത്തിലുള്ള നല്ല കാര്യങ്ങളോട് കൂടിയിട്ടാവ് ആ കുട്ടി ഉണ്ടാവുക. വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ രതി ഉള്ളവൻ എന്നുള്ള നിലയ്ക്ക് വിഷ്ണുരാധൻ എന്നുള്ള പേര് വരും. തൻ്റെ നാലുപുറം നടന്നിരുന്ന ആ ആളെവിടെയെന്ന് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ആളാവുകൊണ്ട് പരീക്ഷിക്കുക, ഇതാണോ അത്, ഇതാണോ അത്. കണ്ണ് തുറന്ന മുതൽക്ക് ഞാൻ ഗർഭത്തിലിരിക്കുമ്പോൾ ഒരാളെ കണ്ടില്ല, ആളാണോ അത്, ആ ആളാണോ അത് ഇങ്ങനെ പരീക്ഷിച്ചും കൊണ്ടിരിക്കും. അത് കാരണം ഭഗവാനാണോ എന്നുള്ള പരീക്ഷണം ഉള്ളതുകൊണ്ട് ഇതൊക്കെ തന്നെയാണ് നമ്മളും വേണ്ടത്. ഭാഗവതം ഇങ്ങനെ ഓരോ കഥയായിട്ട് ഓരോന്ന് പറഞ്ഞിരുന്നത് നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. ആ ഭഗവാനെ ഇങ്ങനെ പരീക്ഷിച്ചും കൊണ്ടിരിക്കുന്ന അതുകൊണ്ട് പരീക്ഷിത്ത് എന്നുള്ള പേര് വരും. പിന്നെ ഈ പരീക്ഷിത്ത് ഭാവി എങ്ങനെയുണ്ടാവുക എന്ന് ചോദിച്ചപ്പോൾ പറയുക, ഇക്ഷ്വാകുവിനെ പോലെ പ്രജാപരിപാലനം ചെയ്യുന്ന ആളാവും. അതേപോലെ ശ്രീരാമനെ പോലെ സത്യസന്ധതയും ബ്രഹ്മജ്ഞാനിയും ആയിരിക്കും. ശിബിയെപ്പോലെ ദാനശീലനായിരിക്കും. ഭരതനെ പോലെ യശസ്വിയായിരിക്കും. അർജുനൻ എന്നവരെ പോലെ വില്ലാളി വീരനായിരിക്കും. അഗ്നിയെ പോലെ ദുർദർശനായും, ശത്രുക്കൾക്ക് ഇങ്ങോട്ട് ദ്രോഹിക്കാനും പറ്റില്ല, ശത്രുക്കളെ അങ്ങോട്ട് ദഹിപ്പിക്കുകയും ചെയ്യും. അതേപോലെയുള്ള കഴിവുള്ള ആളായിരിക്കും. സമുദ്രം പോലെ അലംഘനീയനായിരിക്കും. ഹിമവാനെ പോലെ സർവസേവ്യനായിരിക്കും. ഭൂമിയെപ്പോലെ ക്ഷമാശീലനായിരിക്കും. മാതാവ് പിതാവ് തുടങ്ങിയവരുണ്ടല്ലോ, അവരെപ്പോലെ സഹനശീലമുള്ള ആളായിരിക്കും. ബ്രഹ്മാവിനെ പോലെ, ബ്രഹ്മാവ് തൻ്റെ പുത്രന്മാരെ മുഴുവൻ ഈ ലോകത്തുള്ള എല്ലാ ജീവികളെയും തൻ്റെ പുത്രനായിട്ട് കാണാം. അതേപോലെ സമത്വമുള്ള ആളായിരിക്കും. വിഷ്ണുവിനെ പോലെ ആശ്രിതവത്സനായിരിക്കും. ശ്രീകൃഷ്ണനെ പോലെ സർവഗുണങ്ങളും തേങ്ങ ആളായിരിക്കും. ധൈര്യം മഹാബലിയെപ്പോലെ ഉണ്ടായിരിക്കും. മഹാവിഷ്ണു വന്നിട്ട് ദാനം ചോദിച്ചപ്പോൾ കൊടുക്കാൻ പേടിയിട്ടായില്ല. വളർന്നു വലുതായി അളന്നു, അപ്പളും പേടിയിട്ടായില്ല. ഇനി എന്താ വേണ്ട ചോദിച്ചു, അപ്പളും. അങ്ങനെ ധൈര്യശീലനായിരിക്കും. പ്രഹ്ലാദനെ പോലെ ഭക്തനായിരിക്കും. അവസാനം പറഞ്ഞു, അധാർമികന്മാരുടെ ശിക്ഷകനാവും. ഭൂമിയെയും ധർമ്മത്തെയും രക്ഷിച്ച് കലിയെ ശിക്ഷിക്കും. അശ്വമേധയാഗങ്ങൾ നടത്തും എന്നെല്ലാം പറഞ്ഞതിന് ശേഷം അവസാനം പറഞ്ഞു, തക്ഷകനിൽ നിന്ന് മരണം സംഭവിക്കും എന്നുള്ള വിവരം അറിഞ്ഞിട്ട് ശ്രീശുകനിൽ നിന്ന് ജ്ഞാനം നേടി ഭഗവത്പദം പ്രാപിക്കും എന്നും കൂടി. ഭഗവത്പദം പ്രാപിക്കുന്നു കൂടി പറഞ്ഞപ്പോൾ ആ തക്ഷകൻ്റെ ദംശനത്തിൻ്റെ കാര്യമൊക്കെയാണ് മറന്നു. അതൊക്കെ ഇതിനല്ലേ ഉണ്ടാവുക എന്നുള്ള എനിക്ക്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് ആയതിൻ്റെ ശേഷം എല്ലാവരും പരമാനന്ദത്തോടു കൂടിയിരിക്കുന്ന സമയത്താണ് അർജുനൻ ഭഗവാന്റെ അടുത്തേക്ക് പോയിരുന്നു. അർജുനൻ വരുന്ന കാണാനില്ലാങ്ങിട്ട് ധർമ്മപുത്രൻ അന്വേഷിക്കുന്നു. അവസാനം അർജുനൻ എത്തുന്നു. ഭഗവാന്റെ തിരോധാനത്തിനെ പറ്റിയിട്ട് മനസ്സിലാക്കുന്നു. കലി രാജ്യം മുഴുവൻ വ്യാപിച്ചതായിട്ട് മനസ്സിലാക്കുന്നു. ഇനി എനിക്കിവിടെ യാതൊരു കർമ്മവും ബാക്കിയില്ല എന്നുള്ള നിലയ്ക്ക് ധർമ്മപുത്രരും പാണ്ഡവരും പാഞ്ചാലിയും കൂടി മഹാപ്രസ്ഥാനത്തിന് പോവുകയാണ്. അതിൻ്റെ മുമ്പേ ഭഗവാൻ പരീക്ഷത്തിലെ ഹസ്തനപുരിയിലെ രാജാവായിട്ട് വാഴിച്ചു.
ധർമ്മപുത്രർ. അതേപോലെ തന്നെ അനിരുദ്ധൻ്റെ പുത്രനായിരിക്കുന്ന വ്രജനെ മധുരയിലും വാഴിച്ചു. പ്രജാതികളെ ഉദ്ദേശിച്ചിട്ട് യാഗം ചെയ്തു. ഞാനെന്നോ എൻ്റേതെന്നോ എന്നുള്ള ഭാവങ്ങളെല്ലാം വിട്ട് ഒരു അഭിമാനം വെടിഞ്ഞു. ഇന്ദ്രിയങ്ങളിൽ നിന്ന് മനസ്സിനെ പ്രാണനിലേക്കും പ്രാണനെ അപാനിലേക്കും അതിൻ്റെ ദേവതയായ മൃത്യുവിനെ പഞ്ചഭൗതിക ശരീരത്തിലും ലയിപ്പിച്ച് എല്ലാം വിട്ട് ഒരു ഭ്രാന്തനാണോ എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന നിലയ്ക്ക് അവിടുന്ന് അങ്ങോട്ട് യാത്ര തിരിച്ചു. അവരെല്ലാവരും ഹിമാൽ പാർശ്വത്തിൽ പോയി ഭഗവത് പ്രാപ്തി നേടി. കുന്തിദേവി ഭഗവത് വിയോഗം അറിഞ്ഞതിൻ്റെ സങ്കടത്തോടുകൂടി ദേഹം വിട്ട് പരമഗതി അടിഞ്ഞു. വിതുരനും ധ്യാനനിമഗ്നനായി തൻ്റെ ശരീരം വിട്ടു. കാരണവന്മാരെല്ലാവരും ഇവിടെ പോയി. ഇപ്പം ആരാ? പരീക്ഷിത്താണ് രാജാവ്. പരീക്ഷിത്ത് ആ ജാതകർമ്മത്തിൻ്റെ സമയത്ത് പറഞ്ഞ പോലെ മഹത്തുക്കളുടെ മുഴുവൻ ഉപദേശം സ്വീകരിച്ച് എങ്ങനെയാണോ പ്രജാപരിപാലനം ചെയ്യേണ്ടത് എന്ന് താൻ കണ്ട് മനസ്സിലാക്കിയതും കേട്ട് മനസ്സിലാക്കിയതും അനുഭവിച്ച് മനസ്സിലാക്കിയതും അതിനനുസരിച്ച് പ്രജാപാലനം ചെയ്ത് പരീക്ഷത്തിൻ്റെ കാര്യത്തിൽ കലി വന്ന സമയമാണ്. പക്ഷേ പരീക്ഷത്തിൻ്റെ രാജ്യത്തേക്ക് കലി വരാൻ വയ്യാത്ത നിലയ്ക്ക് അത്രയും ഭംഗിയായിട്ട് രാജ്യപരിപാലനം ചെയ്തു. ഉത്തരൻ്റെ പുത്രിയായിരിക്കുന്ന ഇരാവതിയെ വിവാഹം കഴിച്ചു. അതിൽ 4 മക്കളുണ്ടായി. ജനമേജയൻ തുടങ്ങിയിട്ടുള്ള 4 മക്കൾ. അവരോട് കൂടിയിട്ട് വളരെ നന്നായിട്ട് പ്രജാപരിപാലനം ചെയ്തുകൊണ്ട് 3 അശ്വമേധങ്ങൾ നടത്തി. ദേവന്മാർ പ്രത്യക്ഷമായി പങ്കെടുത്തുകൊണ്ട് പങ്കെടുത്തുകൊണ്ടുള്ള അശ്വമേധയാഗങ്ങളാണ് നടത്തിയത് എന്നാണ് പറയുന്നത്. അങ്ങനെ ആ യാഗങ്ങളെല്ലാം നടച്ചു. അങ്ങനെ ആവുമ്പോൾ ഈ പരീക്ഷിത്ത് കലിയെ ശിക്ഷിക്കുക ഉണ്ടായി. പക്ഷേ വധിച്ചതൊന്നുമില്ല. ആ കഥ എങ്ങനെയാണെന്ന് അറിയണമെന്ന് പറഞ്ഞതിനനുസരിച്ച് ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുകയാണ്. അത് അല്ല, സൂതൻ പറഞ്ഞു കൊടുക്കുകയാണ്. പരീക്ഷിത്ത് കലി വ്യാപിച്ചിറങ്ങിയ ഈ കലിയെ ശിക്ഷിക്കണമെന്ന് വിചാരിച്ചിട്ട് നീല കുതിരകളോ പൂട്ടിയിട്ടുള്ള രഥത്തിൽ സിംഹം അടയാളമായിട്ടുള്ള രഥത്തിലേറിയിട്ട് തൻ്റെ ആയുധങ്ങളൊക്കെ എടുത്തിട്ട് യാത്ര തുടങ്ങി. അപ്പോൾ പരീക്ഷിത്ത് പോണ വഴിയിലൊക്കെ ശ്രീകൃഷ്ണൻ്റെ നാമങ്ങളെല്ലാവരും ജപിക്കുന്നു, ശ്രീകൃഷ്ണൻ്റെ മഹത്വങ്ങൾ വർണ്ണിക്കുന്നു, ശ്രീകൃഷ്ണൻ്റെ കഥകൾ വർണ്ണിക്കുന്നു. ഭക്തന്മാരുടെ കഥയായിട്ട് പാണ്ഡവന്മാരുടെ കഥയാണ് പറയണത്. ഇതെല്ലാം കേട്ട് അങ്ങനെയാണ് നാട്ടിൽ ഭഗവാന്റെ കാര്യങ്ങളും ഭക്തന്മാരുടെ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടായിരിക്കണം. ഇപ്പം നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളൊന്നല്ല കേൾക്കേണ്ടത്. പരീക്ഷിച്ച് ഇതൊക്കെ കേട്ടും കൊണ്ട് ഇങ്ങനെ നടന്ന് അങ്ങനെ യാത്ര ചെയ്യണതിൻ്റെ ഇടയിൽ കലിയെ കാണാൻ കാരണമായി എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് അത് കാണുന്നത് വെച്ചാൽ ഒരു കാള ഒറ്റക്കാലിലാണ് നിൽക്കുന്നത്. ആ ഒറ്റക്കാലിൽ നിൽക്കുന്ന കാള ആകെ വിഷമിച്ച് സങ്കടപ്പെട്ടും കൊണ്ട് നിൽക്കുന്നു. അടുത്ത് തന്നെ ഒരു പശു നിൽക്കുന്നു. ആ പശു കരഞ്ഞുകൊണ്ടാണ്. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുകയാണ്. എന്താ കാള അവനോ ഒറ്റക്കാലുമ്പിൽ ദുഃഖിച്ചുകൊണ്ട് നിൽക്കുന്ന കാള പശുവിനോട് എന്താ കരയണമെന്ന് ചോദിക്കുക. എന്താ കരയാൻ കാരണം? ഒക്കെ തേജസ്സൊക്കെ നശിച്ചെന്തിയല്ലോ, വ്യസനമുള്ളതായിട്ട് തോന്നുമല്ലോ. ഒറ്റക്കാലനായ എന്നെ ചിന്തിച്ചിട്ടാണോ? ധർമ്മമില്ലാണ്ട് അതിനെ പറ്റി ചിന്തിച്ചിട്ടാണോ? അതോ ദുഷ്ടന്മാരായ രാജാക്കന്മാരെ പറ്റി ചിന്തിച്ചിട്ടാണോ? ഭൂമിയിൽ പലയിടത്തിലും ദുഷ്ടന്മാരായ രാജാക്കന്മാർ അത് ചിന്തിച്ചിട്ടാണോ? യജ്ഞഭാഗമില്ലാത്ത ദേവന്മാരെ ചിന്തിച്ചിട്ടാണോ? എന്താ കരയാൻ? മഴ ഇല്ലാതെ വിഷമിക്കുന്ന പ്രജകളെ ചിന്തിച്ചിട്ടാണോ? സ്ത്രീകൾക്കും കുട്ടികൾക്കും അരക്ഷിതാവസ്ഥ കാരണം അവർക്ക് വരുന്ന വിഷമങ്ങളെപ്പറ്റി ചിന്തിച്ചിട്ടാണോ? വേദം, വിദ്യ എന്നിവയെല്ലാം നശിക്കുന്നത് കണ്ടിട്ടാണോ എന്നെല്ലാം ചോദിച്ച്. അപ്പം ഭൂമിദേവി പറഞ്ഞു, അങ്ങക്കെ അറിയാലോ, നമ്മളെ മുഴുവൻ ആ ധർമ്മത്തിനെയും ഭൂമിയും രക്ഷിച്ചേർന്ന ഭഗവാൻ വിട്ടുപോയി. ഇനി നമുക്ക് രക്ഷിക്കാൻ ആരാ ഉള്ളത്? അതിൻ്റെ വിഷമങ്ങളെ കൊണ്ടാണ്, ആ ഭഗവാൻ ഇല്ലാത്തതിൻ്റെ ദോഷങ്ങളെ പറ്റിയിട്ട് ആലോചിച്ചിട്ടാണ് ഞാൻ വിഷമിക്കുന്നത്.
ധർമ്മം, ഋഷി, ദേവന്മാരെ, പിതൃ, വർണ്ണാശ്രമധർമ്മം ഇതൊക്കെ ഇല്ലാണ്ടേ ഇല്ലേ? ഇതെല്ലാം ആലോചിച്ചിട്ടാണ്, ആ ഭഗവാന്റെ പാദരേണുക്കൾ ഇല്ലാണ്ടേ ഇല്ലേ, ഇതെല്ലാം ചിന്തിച്ചിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് പറയുകയാണ്. ആ സമയത്താണ് ഈ ഭഗവാൻ പോയപ്പോൾ കലിതല്ലേ, ആ സമയത്താണ് പരീക്ഷിത്ത് അവിടെ എത്തുന്നത്. സ്വർണ്ണാലങ്കൃതമായ രഥത്തിൽ അവിടെ വന്ന് കാണുകയാണ്. കാള ഇങ്ങനെ വെളുത്ത് ഭയത്താൽ മൂത്രം ഒലിപ്പിച്ചിട്ടും കൊണ്ട് ഒറ്റക്കാലിൽ നിൽക്കാൻ വിഷമിച്ച് ഈ ശൂദ്രനായിരിക്കുന്ന ക്ഷത്രിയൻ്റെ വേഷ കലിക്ക്, പ്രവൃത്തി ശൂദ്രൻ്റെ, അങ്ങനെയുള്ള കലി ഈ കാളയെ അടിച്ചും കൊണ്ടിരിക്കണു, തൊഴിച്ചും കൊണ്ടിരിക്കണു കാലമുണ്ട്. പശു യജ്ഞങ്ങൾക്കെല്ലാം സാധനങ്ങൾ കൊടുക്കുന്ന പാല്, വെണ്ണ, തൈര് ഇതൊക്കെ കൊടുക്കുന്നതാണ്. ഈ ശൂദ്രനാൽ ചവിട്ടപ്പെടുകയാണ്. കൂടെ കുട്ടിയില്ലാത്തതുകൊണ്ട് കരയണ കൂട്ടത്തിലോ കരങ്ങിയും കൊണ്ടേയിരിക്കണു. ശൂദ്രനോ, ശൂദ്രൻ രാജാവിൻ്റെ വേഷം ധരിച്ചിട്ടുണ്ട്. ദുഷ്ടനാണെന്ന് കണ്ടാൽ തന്നെ തോന്നും. കാളയും പശുവിനെയും ചവിട്ടി മർദ്ദിക്കുന്നുണ്ട്. വേഷം രാജാവിൻ്റെ, പ്രവൃത്തി ദുഷ്ടൻ്റെ. ഇത് കണ്ട് കലിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. കലി ശൂദ്രനോട് ചോദിച്ചു, ഈ ലോകത്തിൽ കൃഷ്ണാർജുനന്മാർ പോയി എന്ന് വിചാരിച്ചിട്ട് ആരും ചോദിക്കാൻ ചെയ്യാറുണ്ടാ? ഈ സാധുക്കളെ ദ്രോഹിക്കുന്ന നീയെ കൊല്ലപ്പെടേണ്ടവനാണ്, എന്നെ കൊല്ലുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് പിന്നെ കാളയോട് ചോദിച്ചു, ആരാണ് അങ്ങ് ഈ കാളയുടെ വേഷം എടുത്ത് നടക്കുന്നത്? ദേവനായിട്ടാണോ? എന്താന്ന് വെച്ചില്ല, എന്തിനാണ് നിലവിളിക്കുന്നത്? ഞാൻ അഭയം തരാം, ഞാൻ കൃഷ്ണഭക്തനായ ഞാൻ അങ്ങയ്ക്ക് അഭയം തരാം. ആ കൃഷ്ണനെ അനുസരിക്കുന്ന ഞങ്ങളുടെ നാട്ടിലെ ഇങ്ങനെയുള്ള ദ്രോഹങ്ങളൊന്നും നടക്കാൻ പാടില്ല, അതിന് ഞാൻ വേണ്ടത് ചെയ്യുന്നുണ്ട്, കരയരുത് എന്നെല്ലാം പറഞ്ഞ്, അങ്ങയ്ക്ക് ഈ ദുരവസ്ഥ ഉണ്ടാക്കിയത് ആരാന്ന് പറയൂ, അവരെ ഞാൻ ശിക്ഷിക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ കാള പറയുക, കൃഷ്ണൻ ദൂതനുമാണ് സൂതനുമാണ്, അങ്ങനെയുള്ള അർജുനൻ്റെ വംശത്തിൽപ്പെട്ട അങ്ങ് പറയുന്നത് ഉചിതം തന്നെയാണ്. ഈ ദുഃഖത്തിന് കാരണം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഭാഗവതം ഓരോ ഭാഗത്തു കൂടി നമുക്ക് കുറേശ്ശെ ഇങ്ങനെ തൃമധുരം തരികയാണ്. ദുഃഖത്തിന് കാരണം പലതും പറയും. ആത്മാവാണ്, തൻ്റെ ആത്മാവ് തന്നെയാണ് തൻ്റെ ദുഃഖത്തിന് കാരണം എന്ന് പറയും. അല്ല, കർമ്മമാണെന്ന് ചിലവർ പറയും. ചിലവർ പറയും ഇത് വിധിയാണെന്ന്. ചിലവർ പറയും അവൻ്റെ സ്വഭാവം അങ്ങനെയായിട്ടാണെന്ന്. ചിലവർ പറയും ഈശ്വരേച്ഛതല്ലേ, അത് അനുഭവിക്കല്ലാണ്ട് എന്താ ചെയ്യാന്നൊക്കെ പറയും. ഇതിലത്തെ ഏതാന്നുള്ളത് അങ്ങ് ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ട് തീരുമാനിച്ചോളൂ എന്ന് പറയും. ഇത് കേട്ടപ്പോൾ പരീക്ഷത്തിന് മനസ്സിലായി, ഇത് സാധാരണ ഒരാളല്ല, ധർമ്മം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ആ യോഗമായയുടെ വിഗതികളെല്ലാം മനസ്സിലാക്കിയിട്ട് ആ ധർമ്മത്തിനെ പറ്റി ചിന്തിച്ചപ്പോൾ മനസ്സിലാക്കി, തപസ്, ശൗചം, ദയ, സത്യം, ഈ 4 കാര്യങ്ങളോട് കൂടിയുള്ളതാണ് ധർമ്മം എന്ന കാള. ആ കാള സത്യം അല്ലാത്ത മറ്റ് 3 കാലുകളും കലിയോട് കൂടിയിട്ട് ഇല്ലാണ്ടായി. അപ്പോൾ അതാണ് ഈ ഒറ്റക്കാലുമ്പിൽ നിൽക്കുന്നത് എന്നെല്ലാം അദ്ദേഹം മനസ്സിലാക്കി. ഭൂമി, ഈ ദുഷ്ടന്മാരായ രാജാക്കന്മാർ ഭൂമിയെ ഭരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കരയണതെന്ന് മനസ്സിലാക്കി. അങ്ങനെ ധർമ്മത്തെയും ആ ഭൂമിയെ സമാധാനിപ്പിച്ചിട്ട് കലിയുടെ നേരിക്കാതെ തീർന്നു. നീ വധ്യനാണ്, നിന്നെ കൊല്ലന്നെ ചെയ്യും, യാതൊരു, നീ അധർമ്മത്തെ വളർത്തുന്നതാണത്, നിന്നെ ഈ രാജ്യത്തെ കാണാൻ പാടില്ല, അധർമ്മ സമൂഹം മുഴുവൻ നിൻ്റെ കൂടെ ഉണ്ട്, സത്യം ധർമ്മം വിളയാടേണ്ട ഈ ബ്രഹ്മാവർത്തത്തിൽ നിന്നെ കാണാനേ പാടില്ല എന്നെല്ലാം പറഞ്ഞ് ആ ആയുധങ്ങളെടുത്ത് ആ സമയത്ത് കലി പേടിച്ചിട്ട് കാക്കിലാട് വീണു. ഇതാണ് ദുഷ്ടന്മാരുടെ വലിയൊരു കഴിവാണത്. അവർക്ക് ദ്രോഹിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ കൃപ കൊണ്ട് എന്തെങ്കിലും ദ്രോഹിക്കാൻ പറ്റുമോ നോക്കും. അതാണ് കലി ചെയ്തത്. പക്ഷേ കാക്കൽ വീണപ്പോൾ പരീക്ഷത്തിന് കുറച്ച് കൃപ തോന്നി. എന്നിട്ട് ഇവിടെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? അങ്ങില്ലാത്ത രാജ്യം പടപടിയും കളി, എവിടെ നോക്കിയാലും അങ്ങ് അമ്പും വില്ലും ധരിച്ച രഥത്തിൽ കയറി നടക്കുന്നത് കാണാം. അപ്പം അങ്ങില്ലാത്തൊരു സ്ഥലമില്ല. പക്ഷെ അങ്ങ് ഒരു കാര്യം ചെയ്യണം, എനിക്ക് അങ്ങയുടെ നിർദ്ദേശപ്രകാരം താമസിക്കാവുന്ന ഏതൊക്കെ സ്ഥലമാണെങ്കിൽ അവിടെ ഞാൻ ഭയമില്ലാണ്ട് കഴിഞ്ഞോളാം, അതിനുള്ള സ്ഥലങ്ങൾ കാണിച്ചു തരണമെന്ന്. അപ്പോൾ കലിക്ക് പറ്റിയ സ്ഥലങ്ങൾ ഏതാണെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ പരീക്ഷിത്ത് പറഞ്ഞു, ചൂതുകളി,
മദ്യപാനം, സ്ത്രീ സേവ, ഹിംസ, ഈ 4 സ്ഥലങ്ങൾ അങ്ങോട്ട് അനുവദിച്ചു കൊടുത്തു. അതാണ് നമുക്കുള്ള വലിയ കേട്. ഇന്നിപ്പോൾ കേരളം നശിക്കാനുള്ള കാരണം എന്താ അറിയോ? ഇവിടുത്തെ പ്രധാന വരുമാനം എന്താ? മദ്യം. മദ്യം വിറ്റുള്ള കാശ് കൊണ്ടാണ് കേരളം ഭരിക്കണത്. പിന്നെയോ ചൂതുകളി. അടുത്തതെന്താ? ഭാഗ്യം. ഭാഗ്യം വിൽക്കാനല്ലേ ആളുകൾ അമ്പലത്തിൽ വഴിപാടിൻ്റെ റെസീറ്റ് കൊടുക്കുന്നതിനേക്കാളിലും അധികം പോവുക ഈ ഭാഗ്യക്കുറി ടിക്കറ്റാണ്. അത് ചൂതുകളിയാണ്. ഈ ഭാഗ്യക്കുറി ടിക്കറ്റ് പറഞ്ഞാൽ ചൂതുകളിയാണ്. ഇതൊക്കെയാണ് നമ്മളുടെ നാശത്തിന് കാരണം. പിന്നെ സ്ത്രീകളെ പതിവ്രതകളായി ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരുന്നത് അതും കലിക്ക് പറ്റിയ അപകടം ഉണ്ടാക്കുന്ന സ്ഥലമാണ്. പിന്നെയാണ് ഹിംസ, വധിക്കൽ. അതല്ലേ കാര്യമായിട്ട് കേരളത്തിൽ നടക്കുന്ന പേപ്പർ എടുത്താൽ ഓരോ ദിവസം അധികം എണ്ണം നമ്മൾ വായിക്കുന്ന കൊന്നതിൻ്റെയും കൊല്ലിച്ചതിൻ്റെയും കഥകൾ അല്ലേ? അപ്പോൾ ഈ 4 എണ്ണം അത് അപ്പോൾ പറഞ്ഞു അത് പോരാ, ഇതിനൊക്കെ പ്രചോദനം കൊടുക്കുന്ന അല്ലെങ്കിൽ ഇതിനൊക്കെ യോജിച്ചിട്ടുള്ള വേറൊരു സ്ഥാനം കൂടി തരണം പറഞ്ഞു. അപ്പോഴാണ് ധനം, സ്വർണം കൊടുത്തു എന്നാണ്. സ്വർണം എന്നുള്ളത് ധനത്തിൻ്റെ സ്ഥാനവും കൊടുത്തു. അങ്ങനെ ഈ 5 സ്ഥാനങ്ങളിൽ കലിവ എന്തൊക്കെയാണ്? ചൂതുകളി, അതായത് അസത്യം, അനൃതം, കളവ് തുടങ്ങിയിട്ടുള്ളത്. അതാണ് ചൂതുകളിയുടെ. പിന്നെ മദ്യപാനം, മതം, അഹങ്കാരം, ഞാനെന്ന ഭാവം, എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുള്ള ആ അഹങ്കാരം. സ്ത്രീ സേവ എന്ന് പറയുന്നത് വ്യഭിചാരം, അത്യാസക്തി. അതാണ് ശരിക്ക് അത്യാസക്തിയൊക്കെയാണ് അത് പറയുന്നത്. അത്യാസക്തി, കാമം, അത് 3-മത്തെ. ഹിംസ എന്ന് പറഞ്ഞാൽ ക്രോധം. ഈ കൊല്ലണമൊക്കെ ചെയ്യുന്നത് ക്രോധം ഉണ്ടാകുമ്പോഴാണ്, ദേഷ്യം വരുമ്പോഴാണ് ഇതൊക്കെ അടിക്കുക കൊല്ലുക ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ക്രോധം, രജോവികാരം, ഇങ്ങനെ 4 എണ്ണവും. ഇതിനെയൊക്കെ വേണ്ടതെന്താ അറിയുക? അതിനൊക്കെ അധികം വേണ്ടത് മദ്യം വാങ്ങണമെങ്കിൽ 5 ഉറുപ്പിയുടെ മദ്യം വാങ്ങാൻ 500 ഉറുപ്പ്യ വില. അപ്പോൾ കാശ് ധാരാളം വേണം. 5 ഉറുപ്പ്യേ ഉള്ളൂ ഈ മദ്യത്തിന്. ആ കുപ്പിയിലാക്കി തരുമ്പോൾ 500 ഉറുപ്പ്യ കൊടുക്കണം. അപ്പോൾ കാശാണ് വേണ്ടത്. അങ്ങനെ ധനത്തിൻ്റെ തൃഷ്ണ, വൈരം, ഇങ്ങനെ 5 സ്ഥാനങ്ങൾ കൊടുത്തു. അവിടെ കലി വളരെ സുഖമായിട്ട് വസിക്കാൻ തുടങ്ങി. അതുകൊണ്ട് സജ്ജനങ്ങൾ ശ്രദ്ധിക്കണം, ഈ 5 സ്ഥാനങ്ങളെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം എന്ന് ഭാഗവതം പറയാം. ഈ 5 സ്ഥാനങ്ങളെ ഒഴിവാക്കാൻ സജ്ജനങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഭാഗവതം പറയണു. അതേപോലെ പിന്നീട് ആ വൃഷത്തിൻ്റെ 3 കാലുകൾ കൂടി തപസ്, ശൗചം, ദയ എന്നീ 3 പാദങ്ങളെ യോജിപ്പിച്ചു. ഭൂമിയെ നല്ല വാക്കുകളെ പറഞ്ഞ് സമാധാനിപ്പിച്ച് പരീക്ഷിത്ത് അവിടുന്ന് പോകാൻ തുടങ്ങിയ. എന്നിട്ട് സൂതൻ ശൗനകാദികളോട് പറയുക, നിങ്ങളിവിടെ ഈ സത്രം തുടങ്ങിയ സമയത്ത് പരീക്ഷിത്ത് രാജ്യം ഭരിക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പരീക്ഷത്തിൻ്റെ രാജ്യത്താവുകൊണ്ടാണ്, ഈ ബ്രഹ്മാവൃത്തത്തിലാവുകൊണ്ടാണ് ഇപ്പോഴും ഇത്രയും ഭംഗിയായിട്ട് ഈ സത്രം നടത്താൻ സാധിക്കുന്നത് എന്നുകൂടി അവരെയായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി. അതിന് ശേഷം പിന്നെ പരീക്ഷത്തിനെയും ഈ കലി ബാധിക്കുക. 5 സ്ഥാനം കൊടുത്തില്ലേ, ആ 5 സ്ഥാനം ഒഴിവാക്കാഞ്ഞാൽ എന്താണെന്നറിയണ്ടേ? അതും ഭാഗവതം നമ്മളെ പഠിപ്പിക്കണു. അതിൽ 2ഓ 3ഓ സ്ഥാനം മാത്രം കയ്യിലെത്തിയപ്പോഴേക്ക് പരീക്ഷത്തിനും അബദ്ധം പറ്റി എന്ന് പറയുക. ആ കഥ എന്താണെന്നുള്ളത് ശൗനകാദികൾ ചോദിക്കുമ്പോൾ പറയാം. അതിൻ്റെ ശേഷം എന്ത് കലി വധിക്കായിരുന്നില്ലേ, എന്തിനെ കൊന്നത് എന്ന് ചോദിക്കുക. കൊന്നില്ലല്ലോ, ശിക്ഷിക്കുക മാത്രമേ ചെയ്തുള്ളൂ. എന്താ അതിന് കാരണം എന്ന് ശൗനകാദികൾ ചോദിക്കുമ്പോൾ ഒരു മറുപടി പറയേണ്ട സൂതൻ. എന്താ അറിയോ? സാധാരണ വണ്ടുകളൊക്കെ പൂക്കളിലൊക്കെ പോകും, പൂവ് പലതും ഉണ്ടാവും, അതിൻ്റെ പൂമ്പൊടി പലതും അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ വണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ തേനിനെ മാത്രം സ്വീകരിച്ച് വേറെ ഒന്നുമില്ല. അതേപോലെ പരീക്ഷിച്ചു അങ്ങനെ ആയിരുന്നു എന്നാണ് പറയണത്. കലിയിലുള്ള നല്ല ഭാഗങ്ങൾ ഇങ്ങനെ നോക്കി. ആ കലിയിൽ നല്ല ചില ഭാഗങ്ങളുണ്ട്. എന്താ കാരണമെങ്കിൽ കലി കാലത്ത് നല്ല കാര്യങ്ങൾക്ക് ഗുണം വേഗം കിട്ടും, ചീത്ത കാര്യങ്ങൾ സാവകാശത്തിലേ ആവുള്ളൂ. അപ്പോൾ നമ്മൾ കാണാനില്ലേ,
ശബരിമല പോയി തൊഴുതോർക്ക് അതിൻ്റെ ഗുണം വേഗം കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ബുദ്ധിമുട്ടിയിട്ട് പിന്നെയും പോവുമോ? ദ്രോഹിക്കാൻ പറ്റാവുന്നതിൻ്റെ പരമാവധിയിലേറെ ദ്രോഹിക്കേണ്ട ശബരിമലയ്ക്ക് ചെല്ലണവരെ. പക്ഷെ അവർ പിന്നെയും പോണു. എന്താ? അവർക്ക് അവിടെ പോയതിൻ്റെ ഗുണം ശരിക്കും കിട്ടും. ദുഷ്ടന്മാരോ സ്വർണം കക്കുക, ഭണ്ഡാരം കക്കുക ഒക്കെ ചെയ്യണവരോ ഒന്നുമില്ല. ഇപ്പോഴോ 76 ഈസായി ജയിലിലെന്നേ പറഞ്ഞ ഒരാൾ, 86 ഈസായി വേറൊരാൾ, 90 ദിവസമായി വേറൊരാൾ ജയിലിൽ. എന്ത് സമാധാനമായിട്ടായിരിക്കണേ അറിയോ? ചോറൊക്കെ വെറുതെ കിട്ടി, എന്നിട്ട് അവിടെ എങ്ങനെ? അപ്പോൾ ദോഷം ചെയ്തതിൻ്റെ ഗുണം അതിൻ്റെ പിന്നെ സാവകാശത്തിലേ ഉണ്ടാവുള്ളൂവെങ്കിലും നല്ലത് ചെയ്താൽ അതിൻ്റെ ഗുണം കിട്ടും. അത് ശരീരം കൊണ്ട് ചെയ്താൽ മാത്രമേ ഫലിക്കൂ. ഭഗവത് ഭക്തന്മാരെ കലി ബാധിക്കില്ല. നാമം ചെല്ലണോടത്തില്, ഭാഗവതം വായിക്കുന്നോടത്തില്, ഭഗവത് കഥകൾ കേൾക്കുന്നോടത്തില് കലി വരില്ല, വഴിക്കേ വരില്ല. അതാ അവിടേക്കൊന്നും കലി എന്നല്ല, കലിയുടെ ഒരു സാധനം കൂടി ഇങ്ങോട്ട് വരില്ല. അങ്ങനെ ഒരു ഗുണം കലിക്കുണ്ട്. ഭഗവത് കീർത്തനം, നാമജപം, ഭാഗവത പാരായണം എന്നിവ നടക്കുന്നിടത്തും കലി വരില്ല. പിന്നെയോ ഭീരുക്കളിൽ കലി ധീരനാണ്, ധീരന്മാരിൽ കലി ഭീരുവാണ്. ആരാ ധീരൻ? ധീരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കണത് എന്ത്, മരത്തുമ്പോൾ കയറിയിട്ട് ആ കൊമ്പ് പൊട്ടി താഴത്തേക്ക് വിടാനുള്ള ധൈര്യം. അതല്ല ധൈര്യം. ധൈര്യം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്. ബുദ്ധിയുള്ള ആളാണ്. ബുദ്ധിയുള്ള ആൾ നാമം ചെല്ലും, ബുദ്ധിയുള്ള ആൾ ഭാഗവതം വായിക്കും, ബുദ്ധിയുള്ള ആൾ നല്ല കാര്യങ്ങൾ ചെയ്യും. അവരുടെ അടുത്ത് കലി പേടിച്ച് വിറയ്ക്കും. നാമം ചെല്ലുന്ന ആൾ പോകുമ്പോൾ കലി ഇങ്ങനെ അടുത്തു കൂടി പോകണ്ട, ഓടറാ ഓട്ടം. നേരെ മറിച്ച് കള്ളും കുടിച്ച് ചൂതും കളിച്ച് ഹിംസയും ചെയ്ത് നടക്കുന്ന ആളുടെ അടുത്ത് കലി കഴുത്തിൽ കയറി പിടിച്ച് അവനെ വേണ്ടന്തിയാക്കി തരും. മാമ ചെല്ലുന്നിടത്തേക്ക് വരില്ല. അങ്ങനെ ഒരു ഗുണം കലിയിൽ കണ്ടു എന്നാണ് പറയുന്നത്. അത് കാരണം ആ കലിയെ ശിക്ഷിക്കേണ്ട, അവനവൻ്റെ പാട്ടിൽ പോയിക്കോട്ടെ, വേണ്ടപ്പെട്ടവരുടെ അടുത്തേക്ക് വരിച്ചല്ലോ, ധീരന്മാരുടെ അടുത്തേക്ക് വരിച്ചല്ലോ. പിന്നെ എന്തിനാ പേടിക്കണത്? വിട്ടികളുടെ അടുത്തായിക്കോട്ടെ, അവർക്കും വേണ്ട ജീവിക്കുക എന്നുള്ളത് എനിക്ക്. അതാണ് ഇപ്പം നമ്മളുതേ ഹിന്ദുക്കൾ വിഡ്ഢികളാന്നൊക്കെ പറയും. ഈ കാശ് കൊണ്ടുപോയിട്ട് ഇപ്പം എന്തൊക്കെയാണ് ഇപ്പോൾ അവർ കാണിക്കുക? ഒന്നും കാണിക്കാൻ പറ്റില്ല. ദുരിതാൻ നമ്മളൊക്കെ ഇപ്പോൾ സന്തോഷത്തോട് കൂടിയിട്ട് ഇപ്പോൾ ഭാഗവതസപ്താഹം ഇവിടെ കേൾക്കുമ്പോൾ അവരവിടെ ജയിലിൽ കിടന്നിട്ട് എന്താ ചെയ്യണത്? കൊണ്ടുപോയി നിന്നിട്ട് ഇന്ന് കാശുണ്ടാക്കിയതിൻ്റെ ഒക്കെ ഒരു ഗുണമുണ്ടായത്. അവരെ വീട്ടിലുള്ളവർക്ക് സ്വൈരമുണ്ടോ? അവരുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് സ്വൈരമുണ്ടോ? അപ്പം അതാണ്. അപ്പം ആ വക കാര്യങ്ങൾ വളരെ ഇതാണ്. അങ്ങനെയുള്ള കരിയുടെ ഗുണം കണ്ടുകൊണ്ടാണ് ഒന്നും ചെയ്യാണ്ടിരുന്നത് എന്ന് പറഞ്ഞതിൻ്റെ ശേഷം പിന്നെ പറയുകയാണ്. പിന്നെ പരീക്ഷിത്തിനെ പറ്റി നമ്മൾ മനസ്സിലാക്കാണ്ട് എവിടെയാണെന്നെങ്കിൽ നായാട്ടിന് പോയി. പരീക്ഷിത്തിനെ പറ്റിയിട്ടാണ്. ഒരിക്കലും നായാട്ടിന് പോയി, എന്നിട്ട് ക്ഷീണിച്ച അവശനായി. തൻ്റെ കിരീടവും എല്ലാം എടുത്തിട്ട് പ്രതാപത്തോട് കൂടിയിട്ടാണ് നായാട്ടിന് പോയി. ഒറ്റപ്പെട്ടു. കാട്ടിൽ ദാഹിച്ചൊരു വെള്ളം കൂടിയും കിട്ടാനില്ല. അങ്ങനെ ജലാശയം അന്വേഷിച്ച് കുറേ നടന്നു, ഒന്നും കാണാനില്ല. അപ്പോഴാണ് ഒരു മുനിയുടെ ആശ്രമം കണ്ടു. അവിടെ കയറി. അവിടെ ചെന്നപ്പോൾ മുനി തപസ്സിലിരിക്കുക. ഭഗവത് ധ്യാനത്തിൽ ധ്യാനനിമഗ്നനായി കൈവല്യം ആവുന്ന ആ ഭാവത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് ദാഹിക്കണു, ഒത്തിരി വെള്ളം തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് രാജാവ് അവിടെ ചെന്ന് കേടു പറഞ്ഞു. ഇദ്ദേഹം ഒന്നും കേട്ടില്ല. അദ്ദേഹം എങ്ങനെ കേൾക്കുക? ഭഗവത് ധ്യാനത്തിലാണ് അദ്ദേഹം. അപ്പോഴേക്ക് കലിക്ക് പരീക്ഷത്തിന് ദേഷ്യം വന്നു. ഇതെന്താ അത്? രാജാവായ ഞാൻ ഇവിടെ വന്നിട്ട് ഈ മുനിയായ ആളെ എന്നെ കണ്ടു നടിക്കും കൂടി ചെയ്യാണ്ടിരിക്കുക, ഇത് മഹാദ്രോഹമാണല്ലോ. എന്നാൽ ഇയാൾ ശരിക്ക് ധ്യാനത്തിലാണോ അതോ ഈ രാജാക്കന്മാരെ കൊണ്ട് ഒരു കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചത്ത പാമ്പുണ്ടായിരുന്നു. അതിനെ എടുത്തിട്ട് കഴുത്തിലിട്ടു. അദ്ദേഹം അതും അറിഞ്ഞില്ല. അതിൻ്റെ ഇടയിൽ വിശപ്പും ദാഹോട് സഹിക്കാണ്ടെങ്കിൽ വേഗം ഇല്ലത്തേക്ക് പോവുക, കൊട്ടാരത്തിലേക്ക് പോവുക അല്ല പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് പോരും ചെയ്തു. ഇതൊന്നും വേണ്ടത് ചെയ്യാൻ സാധിച്ചതുമില്ല. ഇറങ്ങി ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്നിട്ട് കിരീടം കഴിച്ച് വെച്ച് കുളിച്ച് ഭക്ഷണം വെള്ളം ഭക്ഷണമൊക്കെ കഴിച്ചപ്പോഴാണ് അയ്യോ ഞാൻ എന്തേ ചെയ്ത്? ധ്യാനത്തിലിരിക്കുന്ന മുനിയുടെ കഴുത്തിൽ പാമ്പിനെ ഇട്ടില്ലേ, ചത്ത പാമ്പിനെ ഇട്ടില്ലേ?
വല്ലാത്തൊരു പാപമാണല്ലോ ഞാൻ ചെയ്ത്, എന്നെപ്പോലുള്ള ആരും ഇങ്ങനെ ഒരു പാപം ചെയ്യാൻ പാടില്ലല്ലോ എന്നെല്ലാം സങ്കടപ്പെട്ടു. ആചാര്യന്മാർ പറയും, എന്താ പരീക്ഷിത്ത് ഇങ്ങനെ ചെയ്യാൻ കാരണം? പരീക്ഷിത്ത് ഇങ്ങനെ ചെയ്യാൻ കാരണം ഒന്ന്, സാധാരണ നിലവാരത്തിൽ പറയാൽ ദാഹം, വിശപ്പ്, ക്ഷീണം ഇതൊക്കെ വിവേകശക്തിയെ ഇല്ലാണ്ടേക്കും. ശരീരത്തിനെ ക്ഷീണിപ്പിക്കാൻ അനുവദിക്കരുത്. അത് ദാഹം, വിശപ്പ്, ക്ഷീണമൊക്കെ ഉണ്ടായാൽ നമ്മളുടെ വിവേകശക്തി അത് വിചാരിച്ചിട്ട് വ്രതം, ഏകാശി നോൽക്കലും വ്രതമൊന്നും പാടില്ല എന്ന് പറയുന്നില്ല കേട്ടോ. ഭക്ഷണം കഴിക്കരുത് എന്ന് മല്ലിയൂർ സത്രത്തിന് പറഞ്ഞിട്ടുണ്ടോ. അതുകൊണ്ട് ഈ 4 നേരവും ഭക്ഷണം കഴിക്കാല്ല. വ്രതം നോൽക്കണ സമയത്ത് നമ്മൾ ഭഗവത് ധ്യാനത്തോടു കൂടിയിട്ടാണ് ചെയ്യുക. അപ്പം നമ്മളുടെ ശരീരത്തിൻ്റെ ശക്തിയെ, ആത്മീയ ശക്തി വർദ്ധിപ്പിച്ച് അത് അതിന് ശരിയാക്കാൻ സാധിക്കും. അതുകൊണ്ട് വ്രതം നോൽക്കണ സമയത്ത് വരുന്ന ഭക്ഷണമില്ലായും ആ വക കാര്യങ്ങളെ ആ ആധ്യാത്മിക ശക്തി നമ്മളെ രക്ഷിച്ചോളും. അല്ലാണ്ട് ആവുമ്പോൾ ഇവിടെ ഇപ്പം എന്തിനാ പൊയ്ക്കേണ്ടത് അറിയോ? ഹിംസയ്ക്കാ, നായാട്ടം എന്ന് പറഞ്ഞാൽ എന്താ? ജന്തുക്കളെ കൊല്ല, അതിനാ പോയിക്കണ്ടേ. അവിടെ ചെന്നു അത് ചെയ്തു. പിന്നെ ചില ആചാര്യന്മാർ പറയാറുണ്ട്, പണ്ട് ഭീമസേനൻ ജരാസന്ധനെ ജയിച്ചിട്ടുള്ള ആ വലിയ കിരീടം അവിടെ ഇരിക്കുന്നുണ്ട്. ഭീമസേനന് പിന്നെയും പാകമായിരുന്നു. പിന്നെ അതവിടേക്ക് ആർക്കും അത് പാകമല്ല. ഒരു ദിവസം ഇത് പാകമാണോ നോക്കണം എന്ന് വിചാരിച്ചു. ഇത് നായാട്ടിന് പോകുമ്പോൾ, എങ്ങനെയായാലും നായാട്ടിന് പോവല്ലേ, ഇതെടുത്ത് തലയിൽ വെച്ചതാണ്. ജരാസന്ധൻ്റെ കിരീടം എടുത്ത് തലയിൽ വെച്ചിട്ടാണ് പോയതെന്ന് ചില ആചാര്യന്മാർ പറയാറുണ്ട്. അപ്പം എന്തായി? സ്വർണം തലയിലാ കൊടുത്ത സാധനേ. പിന്നെയോ ആദ്യത്തെ സാധനം കൊടുത്തു ഹിംസ, അതുമുണ്ട്. ഹിംസ, ക്രോധം, സ്വർണം, ഈ 3 എണ്ണം കലിക്ക് കൊടുത്ത സാധനങ്ങളോട് കൂടിയിട്ടാണ് പരീക്ഷിത്ത് വയ്ക്കണ. പിന്നെ ഇതൊക്കെ പറ്റാണ്ടിരിക്കുമോന്ന്. പരീക്ഷത്തിന് ഈ ക്രോധം വരാണ്ടിരിക്കുക എങ്ങനെയാണ്? ഇതൊക്കെ അല്ലേ കയ്യിൽ. അപ്പോൾ വിവേകശക്തി നശിച്ചു. ഈ പാമ്പിനെ എടുത്ത് കഴുത്തിലിട്ട് കൊണ്ട് പോകും. ഇതൊക്കെയാണ് ഒഴിവാക്കിയപ്പോഴോ വിശപ്പ് മാറി. പിന്നെ കിരീടം ഒഴിവാക്കി. അപ്പോൾ ആൾക്ക് നല്ല ബോധം വന്നു എന്നാണ്. എന്നിട്ട് പരീക്ഷിത്ത് ആലോചിച്ചു, ഞാൻ ചെയ്ത് മഹാ തെറ്റായി, ഇതിനുള്ള പാപത്തിനുള്ള ശിക്ഷ എനിക്ക് ഉടനെ കിട്ടും, ആ ശിക്ഷ വേഗം കിട്ടട്ടെ എന്നെല്ലാം വിചാരിച്ച് ഇനി പ്രായോപവേശം ചെയ്യാൻ നല്ലത് എന്നെല്ലാം വിചാരിച്ചും കൊണ്ടിരിക്കുമ്പോഴാണ് ആ ശമീക മഹർഷിയുടെ മകൻ ശപിച്ചിട്ടുള്ളത് വിവരം അറിയണത്. ഈ മുനിയുടെ കഴുത്തിൽ പത്ത പാമ്പിനെ ഇട്ട കാര്യം കുട്ടികൾ ആ മുനിയുടെ പുത്രനോട് പോയി, എൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ചത്ത പാമ്പാ, എൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ചത്ത പാമ്പോ, അച്ഛൻ ധ്യാനത്തിലിരിക്കില്ലേ, പിന്നെ എങ്ങനെയാ അത്? അതാ രാജാവ് വന്ന് ചെയ്തതാ. അത്രയ്ക്കായോ? രാജാക്കന്മാർ മുനിമാരെ രക്ഷിക്കേണ്ട ആളാ, എന്നിട്ട് നേരെ വിപരീതം ചെയ്യേ. അങ്ങനെ ഒരു രാജാവുണ്ടെങ്കിൽ എൻ്റെ ശക്തി കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടികൾ കേൾക്കത്തില്ല. കൗശികി നദിയിൽ മുങ്ങി കുളിച്ച് ആചമനം ചെയ്ത് ശാപം. ഇത് ലംഘിത മര്യാദ തക്ഷകോ സപ്തമേഹനി. ഈ മര്യാദകളെ മുഴുവൻ ലംഘിച്ചിട്ടുള്ളത്, എൻ്റെ അച്ഛനെ ദ്രോഹിച്ചിട്ടുള്ള ഈ രാജാവിനെ 7-ാം ദിവസം തക്ഷകൻ കടിക്കട്ടെ എൻ്റെ പ്രചോദനം കൊണ്ട് എന്ന് അങ്ങോട്ട് ശപിച്ചോണു. ഈ ശാപവിവരം ശമീകൻ്റെ പുത്രൻ ശൃംഗിയാണ് ശമിച്ചത്. ആ ശൃംഗി ഇവിടെ വന്ന് നോക്കി, ഈ കുട്ടികൾ പറഞ്ഞത് ശരി തന്നെയല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അടുത്ത പാമ്പ് ഉറക്കെട്ട് പൊട്ടിക്കരിയും. എൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ എത്ത പാമ്പാണല്ലോ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് കേട്ടിട്ട് മുനി ഉണർന്ന് എന്താണ് ഉണ്ണി കരയണത് എന്ന് ചോദിച്ചിട്ട് ഇതെടുത്ത് വലിച്ചെറിഞ്ഞോ. എന്ന് അച്ഛൻ്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ ഇട്ടു, ഞാൻ അങ്ങനെ ശപിച്ചു എന്നുള്ളത്. അയ്യോ, ഈ ചെറിയൊരു കുറ്റത്തിന് ഇത്രയും വലിയ ശിക്ഷ കൊടുക്കേ? ബ്രാഹ്മണരുടെ കിരീടം എന്താ അറിയോ നിനക്ക്? ക്ഷമയാണ്. ഈ രാജാവ് എത്ര നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. ഈ ലോകത്തിന് മുഴുവൻ നന്മ കരിയിൽ നിന്ന് രക്ഷിച്ചു കൊടുക്കണം ഈ രാജാവിനെ നീ ശപിക്ക്. കഷ്ടമായി ഉണ്ണി ചെയ്തത്, ഭഗവാൻ എന്നെ രക്ഷിക്കട്ടെ എന്ന് പറയാൻ മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് ശമീകൻ മുനി തൻ്റെ ശിഷ്യനായ ഗൗരമുഖനെ അയച്ച് രാജാവിനോട് വിവരം പറയാൻ പറഞ്ഞു. രാജാവ് ഇതൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കും. ആ ഗൗരവ കണ്ടു വന്നിട്ട് ഈ ശൃംഗി ഇങ്ങനെ ശപിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമെല്ലാം പറഞ്ഞ് രാജാവിന് വലിയ സന്തോഷമായി. എന്താ സന്തോഷം? ശിക്ഷ ഉടനെ കിട്ടിയല്ലോ. മാത്രമല്ല ഈ ശിക്ഷ എനിക്ക് വിരക്തി ഉണ്ടാക്കാൻ കാരണമായില്ലേ എന്നാണ് ചിന്തിച്ചത്. അതാണ് ഭക്തന്മാർ എന്ത് കാര്യവും നല്ല എനിക്കേ ചിന്തിക്കുകയുള്ളൂ.
എനിക്ക് വിരക്തിൻ്റെ ആകാനുള്ള കാരണമായാലോ അത് എന്ന് വിചാരിച്ച് തൻ്റെ ആ ഭൗതികമായിട്ടുള്ള ആസക്തികളെ മുഴുവൻ ത്യജിച്ചു. എന്നിട്ട് തൻ്റെ പുത്രനായ ജനമേജയനെ രാജാവായി വാഴിച്ചു. ഗംഗാതീരത്ത് പോയിട്ട് പ്രായോപവേശം ചെയ്തു. ഇത് കേട്ടിട്ട് ധാരാളം മുനിമാർ വന്നു. അവരെല്ലാവരും ഓരോരുത്തരും വലിയ വലിയ മുനിമാരാണ് വന്നത്. അവരെല്ലാവരും ഇദ്ദേഹത്തിനെ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് വരികയാണ്. ആ മുനിമാരുടെ പേരുകളൊക്കെ പറയുന്നുണ്ട്. എല്ലാ ദേവർഷിമാരും ഋഷിമാരും എല്ലാ ആളുകളും അവിടെ എത്തി. എന്നിട്ട് രാജാവ് പറഞ്ഞു, നിങ്ങളെല്ലാവരും വന്നത് എനിക്ക് വളരെ സന്തോഷമായി. എന്താ കാരണം എന്ന് വെച്ചാൽ സാധാരണ ഈ പാപം ചെയ്ത രാജാവിനെ കാല് കഴുകിയ വെള്ളം പോലെ ത്യജിക്കാൻ ആരും അടുപ്പിക്കില്ല. കാല് കഴുകിയ വെള്ളം നമ്മൾ മുഖം കഴുകി അടുക്കുമോ, കുടിക്കാൻ അടുക്കുമോ, ഒന്നുമില്ലല്ലോ. ഇതേപോലെ ത്യജിക്കപ്പെടേണ്ടതാണ് പാപം ചെയ്ത രാജാവ്. അങ്ങനെയുള്ള എൻ്റെ അടുത്തേക്ക് നിങ്ങൾ വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നെല്ലാം പറഞ്ഞ് അവരെയൊക്കെ ഇതാക്കി. അതിൻ്റെ ശേഷം കുറച്ച് ധൃതിയിൽ വണ്ടിയിൽ 10 കയ്യിൽ. അപ്പോൾ എന്നെല്ലാം പറഞ്ഞ് ആ മുനിമാരെ എല്ലാവരെയും സന്തോഷിപ്പിച്ച ശേഷം മുനിമാരോടൊരു ചോദ്യം ചോദിക്കുക. നിങ്ങളെല്ലാവരും ഭഗവാന്റെ കീർത്തനങ്ങൾ പാടും, ഭഗവാന്റെ കഥകൾ പറയുകയും ചെയ്യും. ഞാൻ എൻ്റെ ശരീരം വെടിയാൻ വേണ്ടി പ്രായോപവേശം ചെയ്യുക എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം കിഴക്കോട്ട് തിരിച്ചു വെച്ച ആ ദർഭപ്പുല്ലിൻ്റെ മെത്തയിൽ വടക്കോട്ട് നോക്കി ഗംഗയുടെ തെക്കേ തീരത്ത് ഇരുന്ന് ഇവരോട് പറയാ, തതശ്ചവ പൃച്ഛമിമം വിപൃച്ഛേ വിശ്രഭ്യ വിപ്രാ ഇതികൃത്യതായാം സർവാത്മനാം മ്രിയമാണൈശ്ച കൃത്യം ശുദ്ധം ച തത്രാമൃതശാഭിയുക്ത. മരണം ഏതൊരവസ്ഥകളിലും മരിക്കുന്ന ആളുകളായ പാപരഹിതമായി ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് എൻ്റെ ചോദ്യത്തിനെ പറ്റി നിങ്ങൾ ചിന്തിച്ച് പറയേ എന്ന്. എല്ലാവരും മരിക്കാൻ തയ്യാറായിരിക്കണവരാ. ആരും മരിക്കാൻ തയ്യാറാവാത്ത ആരുമില്ല. പക്ഷെ നമ്മൾ തയ്യാറാവില്ല. എനിക്ക് മരണമില്ല. എന്താ ലോകത്തിലെ ഏറ്റവും വലിയ ആശ്ചര്യം അല്ലെങ്കിൽ അത്ഭുതം ചോദിച്ചു എന്നാണ്. ഒരു യുദ്ധത്തിൽ കുറേ ആളുകൾ പോവും. യുദ്ധത്തിൽ പോകുന്ന ഓരോ ഭടന്മാരുടെയും വിചാരം എന്താ പറയുക, ബാക്കിയുള്ളവരൊക്കെ ഈ 999 പേരോട് മരിച്ചാലും ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും എന്നുള്ള ധാരണത്തോട് കൂടിയിട്ടാണ് എല്ലാവരും പോണത്. അടുത്തിരിക്കുന്ന ആൾ തൻ്റെ അതേ പ്രായം ഒപ്പം കളിച്ച വളർത്ത ആൾ മരിക്കുന്ന ആൾ കണ്ടാൽ ഞാൻ മരിച്ചില്ല, അതിൽ സന്തോഷിക്കുക. തനിക്കും മരണം ഉണ്ടോ എന്നുള്ളൊരു തോന്നലുണ്ടാവില്ല എന്ന്. ഇതത്ര വലിയ ആശ്ചര്യം. ആ അത്ഭുതം ആണ് ഇവിടെ. എന്താണെന്ന് വെച്ചാൽ പ്രായോപവേശം ചെയ്യുകയാണ് പരീക്ഷിത്ത്. എനിക്ക് മരണത്തിനെ സ്വീകരിക്കാൻ തയ്യാറാവുക. അപ്പം അങ്ങനെ മരിക്കാൻ തയ്യാറായ ആൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യമാണ്. ഇതിനിപ്പോൾ എന്താ മറുപടി പറയേണ്ടത് എന്ന് നിശ്ചയില്ലാണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് തത്രാഭവത് ഭഗവാൻ വ്യാസപുത്രോ എതിർച്ഛയാക അമടമാനോനപേക്ഷ അലക്ഷ്യലിംഗോ നിജലാഭതുഷ്ടോ വൃതശ്ച ബാലേരവധൂതവേഷ. സാക്ഷാൽ ശുഗബ്രഹ്മർഷി അവിടേക്ക് ഇങ്ങോട്ട് എത്തുക. ഇതാണ് ഭക്തന്മാരൊക്കെ അവരുടെ ജീവിതത്തിൽ എന്താണോ ആവശ്യം അത് ഭഗവാൻ അവരെ മുമ്പിലേക്കാടെ എത്തിക്കും. സംശയിക്കേ വേണ്ട. ഇവിടെ ഈ വ്യാസൻ, നാരദൻ, ക്രതു, പുലഹൻ, വിശ്വാമിത്രൻ തുടങ്ങിയുള്ള എല്ലാ മുനിമാരും ഇരിക്കുമ്പോൾ അവരെന്താ മറുപടി പറയേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ അവിടേക്ക് സാക്ഷാൽ വ്യാസപുത്രനായിരിക്കുന്ന ശ്രീ ശുഗബ്രഹ്മർഷിയുടെ എത്തുക. ഇവരൊന്നും പോരാ, നിനക്ക് വേണ്ട ഉപദേശം തരാനുള്ള ആൾ വേറെയാണ് എന്ന് പറഞ്ഞിട്ട് ശ്രീ ശുഗബ്രഹ്മർഷി എത്തുക. അദ്ദേഹത്തിനെ പറ്റി പറയുക, 16 വയസ്സ് പ്രായം തോന്നിക്കുക, മൃദുവും ഭംഗിയായിട്ടുള്ള പാദങ്ങൾ, തുടകൾ, തോളുകൾ, കവിളുകൾ, ശരീരം, മനോഹരമായ നീണ്ട കണ്ണുകൾ, ഉയർന്ന നാസിക, സമങ്ങളായ ചെവികൾ, മനോഹരമായ പുരികം, ശംഖ് പോലെ 3 വരയുള്ള കണ്ഠം, ഉയർന്ന പരന്ന മാറിടം, ഭംഗിയുള്ള വലിത്രയങ്ങളോട് കൂടിയ വയറ്, ശ്രീകൃഷ്ണകാന്തിയുള്ള ആൾ, ശ്യാമനിറമുള്ള ആൾ, യൗവനയുക്തൻ, മനോഹരമായ പുഞ്ചിരിയുള്ള ആൾ, മനോഹര സ്വരൂപൻ. അങ്ങനെയുള്ള ശുഗബ്രഹ്മർഷി കുറേ കുട്ടികളും സ്ത്രീകളും 4 പുറമുണ്ട്, അവരോട് കൂടിയിട്ട് ഇവിടെ എത്തുക. ഇവിടെ വന്നപ്പോൾ മുനിമാരെല്ലാവരും നീട്ട്
ശ്രീ ശുകബ്രഹ്മർഷിയെ വന്ദിക്കുന്നു. പരീക്ഷിത്ത് എണീറ്റ് ചെന്ന് അദ്ദേഹത്തിൻ്റെ പാദത്തിൽ വീഴുന്നു. ഇതൊക്കെ കണ്ടോടുകൂടി ഈ കുട്ടികളും മറ്റവരും ഒക്കെ പോയി. ഇത്തിരി വലിയ ആളെ ഞങ്ങൾ ഈ കളിയാക്കിക്കൊണ്ട് പിന്നാലെ നടന്നത് അതിൽ അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ അദ്ദേഹം അവിടെ വന്നു. മാന്യമായ സ്ഥാനത്ത് അദ്ദേഹത്തിനെ ഇരുത്തി. ആ സമയത്ത് അദ്ദേഹം സംശയം ചോദിക്കുന്ന കൂട്ടത്തിൽ ഈ ചോദ്യങ്ങൾ ഈ ശുകബ്രഹ്മർഷിയോടുകൂടി ചോദിക്കുക. അതപൃച്ഛാമി സംസിദ്ധിം യോഗിനാം പരമം ഗുരു പുരുഷസ്യേഹ യത്കാര്യം മ്രിയമാണസ്യ സർവഥാ യത് ശ്രോതവ്യമധോജപ്യം യത് കർത്തവ്യം നൃഭി പ്രഭോ സ്മർത്തവ്യം ഭജനീയം വാ ബ്രൂഹി യദ്വാ വിപര്യം. അതുകൊണ്ട് സംസിദ്ധനും ഉത്കൃഷ്ടനും യോഗികൾക്ക് മുഴുവൻ ഗുരുവുമായ അങ്ങയോട് മരണാസന്നനായി ഭവിച്ച ഒരുവൻ സർവാത്മന ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ ചോദിക്കുന്നു. മരണാസന്നനായ ഒരാൾ സർവാത്മന എല്ലാവിധത്തിലും എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ് ഞാൻ. ശ്രവിക്കേണ്ടത് എന്താണ്, ജപിക്കേണ്ടത് എന്താണ്, ചെയ്യേണ്ടത് എന്താണ്, സ്മരിക്കേണ്ടത് എന്താണ്, ഭജിക്കേണ്ടത് എന്താണ് എന്നെല്ലാം യോഗ്യനായ അങ്ങ് പറഞ്ഞു തരണം എന്ന് അദ്ദേഹത്തിനോട് ഗൃഹസ്ഥാശ്രമികളുടെ ഭവനത്തിൽ പശുവിനെ കറക്കണ സമയം കൂടി നിൽക്കാത്ത അങ്ങ് ഇവിടെ വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കാൻ തയ്യാറായത് ഞങ്ങളുടെ മുഴുവൻ ഭാഗ്യമാണ്. ഇതിനുള്ള മറുപടി പറഞ്ഞിട്ടേ അങ്ങ് പോവാവൂ എന്നെല്ലാം അദ്ദേഹത്തിനെ കണ്ട് പരീക്ഷിത്ത് വളരെ മധുരമായിട്ട് വിനയത്തോടു കൂടി അദ്ദേഹത്തിനോട് അപേക്ഷിക്കുകയാണ്. ഇതാണ് ഭാഗവതത്തിൻ്റെ തുടക്കം. ഈ ഭാഗവതത്തിൻ്റെ തുടക്കം ആണ് പരീക്ഷത്തിൻ്റെ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പഠിക്കുന്നതെല്ലാം പരീക്ഷത്തിന് 7 ദിവസം ആയുസ്സുള്ള പരീക്ഷത്തിന് അവസാനം പരീക്ഷിത്ത് പറയാണ് അഹം ബ്രഹ്മപരം ധാമ. ആ അവസ്ഥയിലേക്ക് പരീക്ഷത്തിന് ഇങ്ങോട്ട് എത്തിക്കുകയാണ്. അതിനുള്ള കഥകളാണ് ഇതിൽ മുഴുവൻ. കഥകൾ എന്തിനുള്ളതാ അറിയോ? അത് വേണ്ടെന്തി നമുക്ക് വിനിയോഗിക്കല്ല. സാരസമ്പൂർണമായ ആ കാര്യങ്ങളാണ് ഓരോ കഥയിലുള്ളത്. നമ്മൾ തോലോട് മൂടിയിട്ട് ആ പഴമൊക്കെ കിട്ടുക അല്ലേ? അതേപോലെ ആ തോലാണ് കഥ. അതിൻ്റെ ഉള്ളിലുള്ള പഴമാണ് നമ്മൾ കഴിക്കേണ്ടത്. ആ പഴമാണ് നമുക്ക് ഓരോരുത്തർക്കും. പരീക്ഷത്തിന് ഇത് കഴിക്കാൻ സുഖമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നല്ല ബുദ്ധിമാനാണ്. ജനിക്കണേൻ്റെ മുമ്പേ മുതൽക്ക് അനുഗ്രഹീതനാണ്. നമുക്ക് അത്രയൊന്നുമില്ല. നമ്മളിപ്പോൾ കുറച്ച് കാലമായിട്ടേ ഉള്ളൂ ഇതിനൊക്കെ ഇറങ്ങിയിട്ട്. അങ്ങനെയുള്ള നമുക്ക് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കഥയിൽ പൊതിഞ്ഞാത്തേ പറ്റുള്ളൂ. ആ കഥ പൊതിഞ്ഞിട്ട് ആ കഥ കാണുമ്പോൾ ഓറഞ്ചിൻ്റെ നിറം നോക്കിയിട്ടാണല്ലോ നല്ലതെന്ന് ചോദിച്ചാൽ നമ്മൾ വാങ്ങാറ്. എന്ന കൂട്ടത്തിൽ ആ പുറമേ ഉള്ളത് കണ്ടിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വരണം. എന്നിട്ട് ഉള്ളിലത്തെ കഴിക്കണം. ഇതിന് പ്രത്യേകിച്ച് ഒരു കഥയൊക്കെ കൊണ്ട് പറയാണ്ട സമയമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം. അപ്പോൾ എന്ത് വേണം നമ്മളെ ഉത്തരവാദിത്വം നമ്മൾ മനസ്സിലാക്കുക. കഥകൾ നമ്മളെ നന്മകളെയും തത്വങ്ങളെയും പഠിപ്പിക്കാനുള്ള അവസ്ഥയാണ്. അതാണ് ഭാഗവതം. ഭഗവാനെ പതിച്ച കഥകളിൽ കൂടി നല്ല നല്ല തത്വങ്ങളും നമ്മളുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള അവസ്ഥകളും നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയിട്ട് ഇനി മുതൽക്ക് ഭാഗവതം നമ്മളിവിടെ ഭാഗവത അമൃതം ഇവിടെ ഇങ്ങനെ ചൊരിയാണ്. ഇനി ഓരോരുത്തരായിട്ട് ഇപ്പോൾ കൃഷ്ണപുരി വരാൻ പോണു, വെൺമണി കൃഷ്ണപുരി. അദ്ദേഹത്തിൻ്റെ ആ കൃഷ്ണൻ എന്നാണ് പേരെങ്കിലും ആ വെതറുന്നത് വെൺമണികളാണ്. അതാണ് വെൺമണി കൃഷ്ണ നമ്പൂതിരി. ആ കൃഷ്ണനമ്പൂരിയെ പോലെയുള്ള ആളുകൾ ഇവിടെ വന്നിട്ട് ഇനി പറഞ്ഞ് മുഴുവൻ ഇതേപോലെയുള്ള പരീക്ഷത്തായിരിക്കണം. നമ്മൾ ഭാഗവതം അനുഭവിക്കണം, ആസ്വദിക്കണം, അനുഭൂതിയിലെത്തിക്കണം. ഇതാണ് ഭാഗവതമുണ്ട്. അപ്പോൾ ഇങ്ങനെ കഥകൾ പറയുമ്പോൾ അത് അനുഭവിക്കുക. ഞാൻ അതിലത്തെ ആ കഥാപാത്രമാണെന്നുള്ള നിലയ്ക്ക് ആസ്വദിക്കുക. ആസ്വദിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ളതേ ആസ്വദിക്കുകയുള്ളൂ. അപ്പോൾ ഇഷ്ടമായിട്ട് ആസ്വദിക്കുക. ആസ്വദിക്കുന്നത് അനുഭൂതിയിലെത്തിക്കുക, ബുദ്ധിയിൽ ഉറപ്പിക്കുക. അപ്പം നമുക്ക് ജീവിതത്തിലേക്ക് എന്നേക്കും ഉണ്ടാവും. ഈ ശരീരത്തിലുള്ള ജീവിതത്തിലല്ല, ഇനി മറ്റൊരു ശരീരത്തിലുള്ള ജീവിതമാകുമ്പോഴും ഈ അമൃത് നമ്മളുടെ കയ്യിലുണ്ടാവും. ശരീരം വേറൊന്നും എടുത്തു എന്നൊക്കെ വരും, പക്ഷേ അമൃത് അതിൻ്റെ ഒപ്പം നമ്മളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. അതിന് നമുക്ക് സാധിക്കട്ടെ. അതിന് മള്ളിയൂർ തിരുമേനിയും ഈ ഉണ്ണികൃഷ്ണനെ മടിയിൽ വെച്ചിരിക്കുന്ന ഗണപതി നമുക്ക് കുറേ തടസ്സങ്ങൾ തീർത്തി തരാണ്ട് അദ്ദേഹവും ഒക്കെ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും പാതാരം നിങ്ങളുടെ എൻ്റെ ഗുരുനാഥന്മാർ ധാരാളത്തിലേറെ ഇവിടെ ഇരിക്കണോ.
അവരെല്ലാവരെയും പാതാരവിന്ദങ്ങളുടെ വള്ളിയൂർ തിരുമേനയുടെ പാതാരവിന്ദങ്ങളുടെ സാക്ഷാൽ ഗണപതിയുടെ പാതാരവിന്ദ എൻ്റെ എല്ലാമായ അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അഖില ഭാരത ശ്രീമദ് ഭാഗവതാമൃത സത്രം സത്രവേദിയിൽ നമ്മെ കാടാമ്പുഴ അമ്മയുടെ അനുഗ്രഹം സത്രവേദിയിലേക്ക് വാരി വിതറിക്കൊണ്ട് വാക്കുകളായി വർഷിച്ചുകൊണ്ട് അനുഗ്രഹിച്ച കാടാമ്പുഴ അപ്പുവാര്യർ എന്ന മഹാത്മാവിന് ഈ മഹാസത്രത്തിൻ്റെ പ്രധാന ആചാര്യൻ കൂടിയായ ബ്രഹ്മശ്രീ ഭാഗവത കഥാഗോകുലം വള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി അദ്ദേഹം ദക്ഷിണ ചെയ്ത് ആദരവ് അറിയിക്കുകയാണ്. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.